വളരെ കുറഞ്ഞ സമയം കൊണ്ട് എൻ്റെ മനസ്സിൽ ഉദിക്കുന്നത് വേറൊന്നുമല്ല. ഞാനൊരിത്തിരി മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് തന്നുകൊണ്ട് പോകാമെന്ന് ആലോചിക്കുന്നു. അപ്പൊ ഇയാൾക്ക് മരുന്ന് കച്ചവടം ഉള്ളത് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോടാവേ. ഇയാൾ പ്രസംഗിക്കുന്നൊക്കെയാണല്ലോ കേട്ടിട്ടുള്ളൂ. അത് മരുന്ന് കച്ചവടം ഉണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും കച്ചവടം ചെയ്യാറില്ല. ചില സ്ഥലം എനിക്ക് ചെല്ലുമ്പോൾ തോന്നും ഇവിടെ നമ്മുടെ ചരക്ക് ചെലവഴിക്കാൻ പറ്റും എന്ന് തോന്നുന്നിടത്തിലാണ് നമ്മൾ ആ കച്ചവടം നടത്തുന്നത്. ഇവിടെ എൻ്റെ മരുന്ന് ചെലവാകുന്ന എനിക്കൊരു തോന്നൽ വന്നു. അല്ലാടാ മുസ്ലിയാരെ, അതിന് ഞങ്ങൾക്ക് സൂക്കേടൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് അസുഖമൊന്നും വേണ്ട. അസുഖം ഇവിടെ കാസർഗോഡ് ജംഗ്ഷനിലേക്ക് നിങ്ങൾ ഇറച്ചി മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോ ഒരു ആൾക്കൂട്ടം അവിടെ. ഇതെന്താ ഇവിടെ ആള് കൂടിയേക്കണേന്ന് നോക്കുമ്പോ ഒടിച്ചലിന്, ഞെരിച്ചലിന്, പിഴിച്ചലിന്, ചൊറിച്ചലിന്, മാന്തലിന്, നീരിന്, നീർക്കെട്ടിന് ഒറ്റമൂലി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അവിടെ വിൽക്കുകയാണ്. ഇത് നിങ്ങൾക്കൊരു സ്ഥാപനത്തിൽ കയറി മേടിക്കണമെങ്കിൽ 500 രൂപ വേണം. എനിക്ക് ടാക്സ് വേണ്ട, കറണ്ട് വേണ്ട, ലൈസൻസ് വേണ്ട, ഒന്നും വേണ്ടാത്തോണ്ട് ഞാൻ ഈ വഴിയോരത്ത് വെച്ച് 100 രൂപയ്ക്ക് വിൽക്കുമെന്നും പറഞ്ഞ് മരുന്ന് വിൽക്കുന്ന ഒരു മരുന്ന് കച്ചവടക്കാരൻ നിങ്ങൾ കണ്ടാൽ, ഇറച്ചി വാങ്ങാൻ പോയ നിങ്ങൾ ഒരു കുപ്പി മരുന്ന് വാങ്ങും 100 രൂപ. 500 രൂപയുടെ സാധനമാണ് കിട്ടണത്. എപ്പോഴെങ്കിലും ചൊറിയുമ്പോ ഒന്ന് തൂക്കാലോ, ചൊറിച്ചിൽ എപ്പോഴാ വന്നേന്ന് പറയാൻ പറ്റൂല്ലോ. അപ്പൊ ഒരു 100 രൂപയ്ക്ക് ഒരു കുപ്പി. യഥാർത്ഥത്തിൽ നിങ്ങൾ മരുന്ന് മേടിക്കാൻ പോയതല്ല. ഇതുപോലെ നിങ്ങൾ വയലേക്കാൻ വന്നതാണ്. പക്ഷെ എന്റെ മരുന്നിന്റെ ഗുണഗണങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ ആ മരുന്ന് വാങ്ങാൻ തയ്യാറാവും. പക്ഷെ എല്ലാവർക്കും തരാൻ സാധനം ഇല്ല കേട്ടോ. അത് അഡ്വാൻസായിട്ട് പറഞ്ഞേക്കാം. മരുന്ന് ഭയങ്കര കയ്പുള്ള മരുന്നുമാണ്. എന്റെ ജനങ്ങളെ, ഈ ലോകത്ത് രോഗം വന്നാൽ മരുന്ന് വാങ്ങാത്തവരാരെങ്കിലും ഭൂമത്തുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു ഭയങ്കര മരുന്നാ ഞാനീ തരാൻ പോണേ. അത്ഭുതകരമായ മരുന്ന്, ലോകത്തൊരു വൈദ്യന്മാർക്കും കൊടുക്കാൻ പറ്റാത്ത അത്ഭുതകരമായ മരുന്ന്, അതാണ് തരാൻ പോണേ. രോഗം വന്നാൽ മരുന്ന് വാങ്ങാത്തവരിവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇവിടെ കാസർഗോഡ് മരുന്നില്ല എന്ന് പറഞ്ഞാൽ കന്യാകുമാരി പോവും. അവിടെ ഇല്ല ഈ മരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കന്യാകുമാരി പോവും. അതിന് വണ്ടിക്കൂലി കാശില്ല എന്ന് പറഞ്ഞ് പോകാതിരിക്കൂല. മനുഷ്യരുടെ സ്വഭാവം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്കൊക്കെ കൊടുക്കുന്ന ചില നടപടികളെന്ന് അതിന്റെയൊക്കെ പച്ചമലയാളം. നല്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കാനുണ്ടാവില്ല ചില ആളുകൾക്ക്. പെട്ടെന്നൊരു തലക്കറക്കം. ഞാൻ പറയണ ചില വാക്കൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ലായിരിക്കും. മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കാൻ ഇപ്പൊ സമയമില്ല. ഉള്ള നിലക്കൊക്കെ മനസ്സിലായാൽ മതി. ഈ തലക്കറക്കം വന്നിട്ട് ഇയാളെ ഓടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോ ഡോക്ടർ പറയും അടിയന്തരമായിട്ട്, മോനെ വിളിച്ചിട്ട് പറയാണ് അടിയന്തരമായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കണം. 2.5 ലക്ഷം രൂപയാണ് ഒരു ഇഞ്ചക്ഷന്റെ വില. അത് 4 മണിക്കൂർ ഇടവിട്ട് 4 എണ്ണം കൊടുക്കണം. അപ്പൊ എത്രയായി? 10 ലക്ഷം രൂപയായി 4 ഇഞ്ചക്ഷൻ. ഉടനെ ഈ വാപ്പ ചെറുക്കനെ ഇങ്ങനെ അന്തം വിട്ടുകൊണ്ട് മാറിക്കണാണ്ട് ഇപ്പൊ, എടാ എന്തിനാടാ ഡോക്ടർ വിളിച്ചത് വാപ്പാക്ക് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന്, 4 എണ്ണം ചെയ്യണമെന്ന്, 2 മണിക്കൂർ ഇടയിട്ട്. അത് വേഗം എടുക്കാൻ പറയാടാന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ ഒരു ഇഞ്ചക്ഷന് ഡോക്ടർ പറയണേ. 10 ലക്ഷം രൂപ വേണം. 4 കുത്തി വെക്കണേന് 10 ലക്ഷം രൂപയോ? അത് വേണമെന്നാ ഇപ്പൊ ഡോക്ടർ പറയണേ. അല്ലെങ്കിൽ എന്താ കുഴപ്പം? പിന്നെ നീ പറയാടാ, എന്താ കുഴപ്പമെന്ന് പറ. കുഴപ്പം ഇച്ചിരി പ്രശ്നാ വാപ്പ. എടാ എന്നാ എങ്ങനെയെങ്കിലും കാശില്ല, എങ്ങനെ ഉണ്ടാക്കാനാ വാപ്പ? നീ ഒരു പണിയ്, നമ്മുടെ ഗോപാലന്റെ അടുത്ത് ചെന്നിട്ട്, ഗോപാലൻ നമ്മളോട് സ്ഥലം ചോദിക്കണ്ട, ഈ സ്ഥലം അവനക്ക് കൊടുക്കാന്ന് പറ. ഈ സ്ഥലം ഗോപാലിന് കൊടുക്കാൻ വേണ്ടി വാപ്പ ചോദിച്ചായിരുന്നു. എന്തിന്? ഹജ്ജിന് പോകാൻ വേണ്ടി. അപ്പൊ ഉസ്താദ് വിളിച്ചു ചോദിച്ചു, കാക്ക നിങ്ങൾ ഹജ്ജിന് പോകാത്ത എന്താണ്? എന്റെ ഉസ്താദെ, എന്റെ സ്ഥലം വിറ്റ് കാശ് കിട്ടിയാൽ ഞാൻ ഹജ്ജിന് പോകാം. അങ്ങനെ ഗോപാലിനോട് ചോദിക്കാണ്, ഗോപാല എന്റെ സ്ഥലം നീ വാങ്ങാവോ? ഞാൻ വാങ്ങാം കാതിരി കാക്ക. എന്ത് വില തന്നെ? അപ്പൊ പറയണ ഇവിടെ ആകെ 1 സെന്റ് സ്ഥലത്തിന് 1 ലക്ഷം രൂപ വിലയുള്ളൂ. കാക്ക പറയണത് 10 ലക്ഷം രൂപ സെന്റിന് തന്നെ തന്നേക്കാം. എന്റെ പൊന്നു കാക്ക, എനിക്ക് വേണ്ട. ഉടനെ ഇയാൾ ന്യായം പറയാണ്, സ്ഥലം മേടിക്കാൻ ആളില്ല, കാശില്ല, പിന്നെ എങ്ങനെ ഹജ്ജിന് പോണത്? അതവിടെ മുടന്തായി. ഉസ്താദിനോട് പറയാണ്, സ്ഥലം വിൽക്കാനുണ്ട് ഉസ്താദെ, മേടിക്കാൻ ആളില്ല. ഈ മോനെ അർജന്റായിട്ട് വിടുവാണ്. എടാ നീ ഓടിച്ചെന്നിട്ട് ചേട്ടനോട് പറ 10 സെന്റ് തന്നേക്കാം, 10 ലക്ഷം തന്നാ മതി. ഇതിന്റെയൊക്കെ പേരായി മോളിന്ന് കയറെ കെട്ടി ഇറങ്ങലല്ല ശിക്ഷ.
ഈ ബലാ എന്ന് പറയുന്നത് മോളിന്ന് അല്ലാഹു കയറി ഇട്ട് ഇറക്കണതല്ല. മാമിൻ അബദിൻ വലാമത്തിൻ യളിന്നു ബിനഫഖത്തിൻ യുൻഫിഖഹാ ഫീ റമളാൻ ഇല്ലാ മാ അൻഫഖ അദ്ആഫഹാ ഫീ സുഖത്തില്ലാഹ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഒരുത്തൻ കൊടുക്കുന്നതിന് പിടിച്ചു വെച്ചാൽ ഇരട്ടി അല്ലാഹു തആല അവനക്ക് പടച്ചോന് പൊരുത്തമില്ലാത്ത വഴിയിൽ പിഴയടുപ്പിക്കും. നബിയുനാ റസൂലുള്ളാഹി. ഇത് നമ്മൾ നേരെ കാണുന്ന സംഭവങ്ങളെ. ഇത് ഇങ്ങനെ നല്ല കാര്യത്തിന് കൊടുക്കാതെ പിടിച്ചു വെച്ചേക്കണവരൊക്കെ അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷയിൽ ഒരു ശിക്ഷയപ്പോ ഇത്. ഒരു കാര്യമില്ല, ചുമ്മാ ഒരു തലക്കറക്കം 10 ലക്ഷം ആശുപത്രി. അപ്പൊ അവിടെ ഒന്നും കാശ് മുടക്കുന്നതിന് ആർക്കും പിശുക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞത് പൈസ ഇല്ലാന്നും പറഞ്ഞ് ഈ ലോകത്താരും മരുന്ന് മേടിക്കാതിരിക്കില്ല. ജനങ്ങളെ, ഈ മരുന്ന് ദീനിയായ വിധിപ്രകാരം ഹലാലല്ലാത്ത ഒരു മരുന്നാണെങ്കിലും രോഗം മാറാൻ കഴിക്കുകയും ചെയ്യും. ഇതെല്ലാവരും ഒന്ന് മനസ്സിൽ കുറിച്ച് വെച്ചോളൂ കേട്ടോ. ഞാൻ മരുന്ന് അങ്ങോട്ട് എടുത്തു തരുമ്പോ ഈ പോയിന്റ് ഞാൻ നിങ്ങളോട് ചോദിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മുടെ സൈതാലി ഇവിടെ വയറും താങ്ങി പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ മമ്മാലി ചോദിച്ചു, എന്താടാ സൈതാലി ഇങ്ങനെ കുഞ്ഞു കുടിക്കണേ? ഈ കുഞ്ഞു കുടിക്കണേ എന്താ, നിവർന്നിക്കാൻ നിവൃത്തിയില്ല, അത് തന്നെ കുഞ്ഞു കുടിക്കണേ. ആ കാര്യം എന്താന്ന് പറയാടാ? എനിക്ക് എത്ര നാളായി വയറുവേദന കിട്ടിയ അങ്ങാതി, ഇതുവരെ മാറിയില്ലേ? മാറിയില്ല. ഇനി ഒരു പണി, ഈ പാലക്കാട് ഒരു ഒറ്റമൂലി കൊടുക്കുന്ന ഒരു വൈദ്യനുണ്ട്. അയാളുടെ അടുത്തേക്ക് ഒരു 6 ഔൺസ് 200 മില്ലി ചാരായം മേടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലാം. ഇയാൾ ഈ ചാരായത്തിനകത്ത് ഒരു ഗുളിക കലക്കി തരും. ഏത് വയറുവേദനയും മാറും. നമ്മുടെ സുലൈമാന്റെ മാറിയത് അങ്ങനെയാണ്, നമ്മുടെ ഇല്യാസിന്റെ മാറിയത് അങ്ങനെയാണ്, നമ്മുടെ മമ്മൂഞ്ഞിന്റെ മാറിയത് അങ്ങനെയാണ്. ഇതൊക്കെ ഇയാളിങ്ങനെ എടുത്തു പറയാണ്. അപ്പൊ ചാരായത്തിൽ ഗുളി കഴിക്കണമല്ലേ? അതെ അതെ. ഉടനെ ഇയാൾക്കൊരു സംശയം, പള്ളിയിലേക്ക് കയറി ഉസ്താദേ, ഈ ചാരായത്തിനകത്ത് ഗുളിക കഴിക്കുന്നതിന്റെ വിധി എന്തെന്നാ? അത് ലഹരിയാ മോനെ, അത് ഹറാമല്ലേ. കള്ളിനകത്ത് രോഗശമനം ഇല്ല, കള്ളിനകത്ത് രോഗമുള്ളത് തന്നെയല്ല. പടച്ചമ്പരാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു ലഅല്ലക്കും തുഫ്ലിഹൂൻ. തൊടാൻ പാടില്ല. ഒന്നാമത് പറഞ്ഞ കള്ള. ശൈത്താൻ ചിറ്റിക്കണ എണ്ണങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞതിൽ ഒന്നാമത് പറഞ്ഞത് കള്ളാണ്. അതുകൊണ്ട് പൊന്നുമാനെ അത് നീ ഉപയോഗിക്കല്ലേട്ടൊന്നും. ഇവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഉത്സാഹം കേൾക്കാണ്ട് പുറൂന്ന് പറയണം. വയറുവേന മൊയിലാർക്കല്ല, വയറുവേന എനിക്കാ. മൊയിലാർക്ക് വയറുവേന എനിക്ക് മൊയിലാർക്ക് കഞ്ചാവും വലിക്കും, ചാരാവും കുടിക്കും. ഇത് ഇടങ്ങേറെ എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അറാമും ഹലാലും ഒക്കെ അവിടെ കിട്ടും, സൂക്കേടും അറാം. നേരെ ഇയാൾ ഒറ്റപ്പാലത്ത് പോയി വൈദ്യനെ കണ്ടു. ചാരായം മേടിച്ചത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു, ഗുളിക അങ്ങോട്ട് കൊടുത്തു. ഇയാൾ ആ ചാരായത്തിനകത്തേക്ക് ഗുളിക അങ്ങോട്ട് ഇട്ടിട്ട് കലക്കി പടിഞ്ഞാട്ടങ്ങോട്ട് തിരിഞ്ഞ് കിബിലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹറാമാന്ന് എനിക്കറിയാൻ പഠിച്ചവൻ, എന്തായാലും വയറുവേദന മാറാൻ വേണ്ടിയിട്ടാണ് ഒറ്റ കുടി കുടിച്ചിട്ട് ആ കുപ്പി ഒരു ഏറും കൊടുത്തു. വേദനയുടെ കടുപ്പം കൊണ്ട് ഹറാമായ മരുന്ന് കുടിക്കുന്നതിനും രോഗി തയ്യാറാവും. ഇതൊരു പോയിന്റാ, മനസ്സിൽ വെച്ചോളണം. ഞാൻ മരുന്ന് ഇവിടെ തരുമ്പോ ഈ പോയിന്റ് നിങ്ങളോട് ചോദിക്കും. രോഗി കഴിക്കുന്ന മരുന്ന് വേദന മാറാൻ ഇസ്ലാമിക വിധിപ്രകാരം ഹലാലോ ഹറാമോ എന്ന് രോഗി ചിന്തിക്കൂല. ഇത് രോഗിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇതൊരു പോയിന്റാ, ഇത് മനസ്സിൽ വെച്ചോളൂ. അപ്പൊ ജനങ്ങളെ, മരുന്ന് എന്ന് പറയുന്ന, ഞാനീ പറയുന്നതായ മരുന്ന് ഈ ലോകത്ത് ഒരു മെഡിക്കലിനും കൊടുക്കാൻ പറ്റാത്ത മരുന്നാണ്. എന്ന് പറഞ്ഞാൽ മെഡിക്കലെല്ലാം പരാജയപ്പെട്ട് പിന്നോട്ട് മാറുമ്പോൾ കൊടുക്കുന്ന ഒരു മരുന്നായത്. ഇത് ആരാ ഈ മരുന്നിന്റെ ഉൽപാദകൻ എന്ന് അറിയാവോ? ഇതിന്റെ ആളാരാന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടറാണ്. ഏതായി വേദന? മെഡിക്കലിന് മരുന്നില്ലാത്ത വേദന എന്താ? അവിടെ ശ്രദ്ധിച്ചോ. ചുരുക്കി പറയാം, പെട്ടെന്ന് മരുന്നും കൂടെ തന്നെ. ഏതാണ് ഈ മെഡിക്കൽ പരാജയപ്പെടുന്ന വേദന? ഒരു തലവേദനയായിട്ട് നിങ്ങളുടെ ഈ കാസർഗോഡ് ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ നല്ല വിദഗ്ധനായ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നു തലവേദനയ്ക്ക് വേണ്ടി ഇയാളെ അത്യാഹിത വിഭാഗത്തിലേക്കൊക്കെ കയറ്റി പരിശോധിച്ചു, കാര്യങ്ങളൊക്കെ നടത്തി അവിടെ അഡ്മിറ്റ് ആക്കി. പെട്ടെന്ന് ഇയാളുടെ അവസ്ഥ അവിടെ മാറുകയാണ്. ഉടനെ കുടുംബക്കാര് ഡോക്ടർമാരെയൊക്കെ വിളിച്ചു വരുത്തി.
ഡോക്ടർമാരുടെ സംഘം വരുന്നു. വലിയ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് ചുറ്റും നിൽക്കുന്നതായ മക്കളോടും ഭാര്യയോടും കുടുംബത്തിനോടും പറഞ്ഞു, രക്ഷയില്ല, അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ. പറഞ്ഞാൽ ഇയാള് കയ്യും കാലും വലിച്ചു കൂച്ചുകയാണ്, കണ്ണ് മിഴിക്കുകയാണ്, വായിൽ നിന്ന് വെള്ളം വരികയാണ്, മൂക്കിലൂടെ ദ്രാവകം വരികയാണ്. വൈദ്യശാസ്ത്രം പറഞ്ഞു, അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ. ഇയാള് ഈ ഡോക്ടറിന് പറഞ്ഞപ്പോൾ എല്ലാ മക്കളും മാറത്തടിച്ചുകൊണ്ടിട്ട് പിന്നോട്ട് മാറി. ഭാര്യ തലക്കറിങ്ങി വീണു. ആരും ഉപ്പാനെ തലോടാനില്ല. തലവേദന മാത്രമുള്ളപ്പോൾ തലോടാൻ മക്കളുണ്ടായി, സാന്ത്വന വാക്ക് കൊടുക്കാൻ ഭാര്യ ഉണ്ടായി, തിരുമിക്കൊടുക്കാൻ ബന്ധുക്കളുണ്ടായി. ആ സമയത്ത് തലയ്ക്ക് മാത്രമേ വേദന ഉണ്ടായുള്ളൂ. ഇപ്പൊ ഇയാളുടെ സർവ്വ ജോയിന്റുകളിലും വേദനയാണ്, സർവ്വ രോമകൂപങ്ങളിൽ കൂടിയും വേദന അനുഭവിക്കുകയാണ്. അറിയാതെ മലം പോകുകയാണ്, അറിയാതെ മൂത്രമൊഴിച്ചു പോവുകയാണ്. മെഡിക്കൽ ഇതാ പഞ്ചപുച്ഛമടക്കി പരാജയപ്പെട്ട് പിന്നോട്ട് മാറി. അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ. ആരും സാന്ത്വന വാക്ക് പറയാനില്ല, ആരും തലോടാനില്ല, ആരും തിരുമാനില്ല. ഈ വേദനയുടെ പേരാണ് സക്രാത്ത്, മരണത്തിന്റെ വേദന. മെഡിക്കലിന്റെ പിന്നിൽ പരാജയപ്പെട്ടു, അവർക്ക് ഇനി മരുന്നില്ല. അവര് പോയി, ഓക്സിജൻ സിലിണ്ടർ അവർ അഴിച്ചോണ്ട് പോയി, ട്രിപ്പ് കൊടുത്താർന്ന് അവര് മാറ്റിക്കൊണ്ടുപോയി. ഇയാൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന എല്ലാ ഗുളികകളും ടോണിക്കുകളും മരുന്നുകളും എല്ലാം അവരെടുത്ത് ഡിസ്പെൻസറിയിലേക്ക് മാറ്റി. ഡോക്ടർമാർ അവരുടെ പണി നോക്കി, നഴ്സുമാർ അവരുടെ പണി നോക്കി. ബഹുമാനികളെ, ഈ മനുഷ്യൻ കിടന്ന് ഈ രീതിയിൽ സക്രാത്തിന്റെ വലി വലിക്കുമ്പോൾ സർവ്വ ബന്ധുക്കളും സർവ്വ മെഡിക്കലും പിന്നോട്ട് മാറുമ്പോൾ, ലോകത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറുമ്പോൾ, ലോകത്തിന്റെ ഏറ്റവും വലിയ ഡോക്ടർ കടന്നു വരികയാണ് മരുന്നുമായിട്ട്. ഏതാണ് ആ ലോകത്തിന്റെ ഏറ്റവും വലിയ ഡോക്ടർ? ഇത് ചെറിയ മരുന്നൊന്നും അല്ല. ഇത് ഇപ്പൊ വേദന എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ വേദനയിൽ നിന്ന് ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും ഒഴിവാണോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ജനിച്ചോ മരണം ഉറപ്പാണ്. ഈ മീസാങ്കല്ലുകളെല്ലാം ഇത് ലാസ്റ്റ് വെച്ചേക്കണമൊന്നും അല്ല. ഇത് ഇനി ഒരു മീസാങ്കല്ല് ഇവിടെ വരാനില്ല എന്ന് ആരും ചിന്തിക്കണ്ട. എല്ലാവർക്കും വരാനുള്ളതാണ്. പക്ഷെ ജനങ്ങൾ ഉറക്കത്തിലാ. നബിത്തങ്ങളുടെ വർത്താനമൊക്കെ കേട്ടാലേ അന്നാസു നിയാമുൻ ഇദാ മാതു ഇൻദബഹു നബിയുനാ റസൂലുള്ളാഹി. മനുഷ്യർ നിദ്രയിലാണ്, മനുഷ്യന്മാർ ഉറങ്ങുകയാണ്. എപ്പോഴാ ഉണരുന്നത്? മരിക്കുമ്പോൾ ഉണരുന്നു. ഞാൻ നേരിട്ട് കണ്ടത് അവരനുഭവം. തൊട്ടക്കാട്ടെ ജമാഅത്തോളി ആലുവ അടുത്താണ്. സുബഹിക്ക് ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ പുറകിൽ എന്തോ മറിഞ്ഞു കിടന്നൊരു ശബ്ദം. നിസ്കരിക്കുമല്ലേ, തിരിഞ്ഞു നോക്കാൻ പറ്റൂല്ലോ. മുദരിസ് ഉസ്താദാണ് ഇമാമയ്ക്ക്. സലാം വീട്ടിയ മുദരിസ് ഉസ്താദ് തിരിഞ്ഞു നോക്കിയിട്ട് ചാടിയം എഴുന്നേറ്റു. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു. നോക്കുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്. മുദരിസ് ഉസ്താദ് ചോദിച്ചു, എന്താ കൊച്ചുമ്പർക്ക? കൊച്ചുമ്പർ എന്നാണ് മനുഷ്യന്റെ പേര്. ഞാൻ നേരിട്ട് കണ്ട സംഭവം. എന്തിയാ കൊച്ചുമ്പർക്കാന്ന് പറഞ്ഞു. അനങ്ങണില്ല. മുദരിസ് ഉസ്താദ് അടുത്തേക്ക് എന്നിട്ട് ഇയാളുടെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചു. വേറൊരു മുസ്ലിയാർ ഇങ്ങനെ നെഞ്ച് തിരുമിക്കൊണ്ടിരിക്കുകയാണ്. നെഞ്ച് തിരുമിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ വായിൽ നിന്ന് എന്തൊക്കെയോ വരുന്നു, മൂക്കിൽ നിന്ന് എന്തോ ദ്രാവമൊക്കെ വരുന്നുണ്ട്. നെഞ്ചിങ്ങനെ തിരുമിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ മനുഷ്യൻ ഒരു ചോദ്യം ചോദിച്ചു. അതുവരെ കണ്ണ് അടഞ്ഞായിരുന്നേ. കണ്ണ് തുറന്നിട്ട് ഉസ്താദിന്റെ മുഖത്തേക്കൊക്കെ ഉണ്ട്. ഉസ്താദേ, ഞാൻ മരിച്ചു പോവോ ഉസ്താദേ? പിന്നെ ആ മനുഷ്യൻ ചലിച്ചിട്ടില്ല. പിന്നെ അയാൾ ശബ്ദിച്ചിട്ടില്ല. ജനാസ അവിടെ നിന്ന് എടുത്തോണ്ട് പോയി. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. മയ്യത്തം കൊണ്ട് എന്ന സംഘത്തിൽ ഞാനും ഉണ്ട്. ഡോറ് പൂട്ടിയിരിക്കുന്നു. കൂടെ ചെന്ന ഒരാള് പറഞ്ഞു, പോക്കറ്റിൽ നോക്ക്, മയ്യത്തിന്റെ പോക്കറ്റ് നോക്കിക്കേ താക്കോലുണ്ടാകാം. നോക്കുമ്പോ ഷർട്ടിന്റെ പോക്കറ്റിൽ താക്കോല്. എന്താ? ഭാര്യയോട് പള്ളിയിലേക്ക് പോരുമ്പോ ലോക്കിടടി എന്ന് പറയണ്ട, തിരിച്ചു ചെല്ലുമ്പോൾ കോളിംഗ് ബെല്ലടിച്ചിട്ട് ഡോറ് തുറക്കെന്ന് പറയണ്ട, പോരുമ്പോ പൂട്ടിക്കൊണ്ടു പോരാം, നിസ്കരിച്ച് ചെല്ലുമ്പോൾ തുറന്നു കയറാം. പൂട്ടിയതായ ലോക്ക് തുറക്കാൻ അല്ലാഹു ആ മനുഷ്യനെ അനുവദിച്ചില്ല. ഇദാ അസ്ബഹത ഫലാ തന്തദിറുൽ മസാ. ഇന്നത്തെ സൂര്യാസ്തമനത്തിന് സാക്ഷികളായ മനുഷ്യരെ, നാളത്തെ സൂര്യോദയത്തിന് ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇതാണ് അവസ്ഥ. വഴുത് കേൾക്കാൻ വേണ്ടി വന്നതാണ്, വഴുത് പറയാൻ വേണ്ടി വന്നതാണ്. തിരിച്ചു വീട്ടിലേക്ക് ആംബുലൻസിലാണോ ബാവാ മുസ്ലിയാർ പോകുന്നതെന്ന് അറിയില്ല. തിരിച്ചിവിടെ നിന്ന് എടുത്ത് വീട്ടിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല.
അല്ല സമയം വൈകുന്നുണ്ട്, ആകെ ടെൻഷൻ. നാളെ പരിപാടി ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടായില്ല. ഈ ട്രെയിൻ നമ്മളിവിടെ വയലിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇച്ചിരി ഹിന്ദി വരാൻ പറഞ്ഞാൽ ഇത് ഹിന്ദി വരില്ല. ആവശ്യമില്ലാത്ത സമയത്താണെങ്കിൽ 4-5 മണിക്കൂർ ഹിന്ദി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണതും കേൾക്കണതും നമുക്ക് ഇരുകൂട്ടർക്കും ഇരുലോകത്തും ഫലപ്പെടുന്ന നാഫിയ ഇൽമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ദുനിയാവിൽ നമ്മൾ കണ്ടുമുട്ടിയില്ലെങ്കിൽ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം കണ്ടുമുട്ടാൻ ഭാഗ്യം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ഉള്ളിയുടെ ഉള്ളില് കാതലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് തൊണ്ടു ഒളിപ്പിക്കുകയാണ്. ഉള്ളി പൊളിച്ചു ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിച്ചേക്ക്. ഞാൻ ചോദിക്കണെന്നറിയോ, ഈ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ മരിച്ചു പോവോ ഉസ്താദ് എന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ അയാളുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ഇന്നിങ്ങോട്ട് പോരുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ഒരു വേദന നെഞ്ചിന്. ട്രെയിനിലിരിക്കാൻ വേറെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പഠിച്ചവനെ പെട്ടെന്ന് ഞങ്ങളുടെ യാസീനോത്തോടി. കാരണം എന്താ, ഇതേലങ്കാരും അങ്ങ് തീർന്നു പോവോ. കാസർഗോഡ് വഴുതിനോടാണ് ഇവിടെ ഒരു വേദന കൂടി വന്നേ. പെട്ടെന്ന് യാസീനോതുവാ എന്ന് പറഞ്ഞാൽ സംഗതി ഇത് ഇത്രയൊക്കെ ഉള്ളൂ, നിസ്സാരം. പെട്ടെന്ന് പണിയങ്ങോട്ട് തീരുവാണേ. ഞാൻ ചോദിക്കട്ടെ, ആ മനുഷ്യൻ ആ ഉസ്താദിന്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അയാൾ ഉണർന്നു. അതാണ് റസൂലുള്ളാഹി. മരിക്കുമ്പോൾ മനുഷ്യൻ ഉണർന്നു. കാലേന്ന് പെരുവരുന്നിട്ട് ഇങ്ങോട്ട് പിടിച്ചു പോരുക. അതാ ഇപ്പൊ ഈ പറഞ്ഞ അവസ്ഥ. അങ്ങനെ വന്നിട്ട് റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ തൊണ്ടക്കുഴിയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെ അങ്ങോട്ട് എത്തുമ്പോൾ പടച്ചവനെ ഞാൻ മരിക്കുവാണല്ലോ അല്ലാ, കാല അനങ്ങണില്ലല്ലോ റബ്ബേ, കൈ അനങ്ങണില്ലല്ലോ റബ്ബേ, ഞാൻ മരിക്കുവാണല്ലോ പടച്ചവൻ. അപ്പോഴാണ് മനുഷ്യൻ ശരിക്കും മരണം അറിയുന്നത്. ഞാൻ മരിക്കുകയാണെന്ന് സമ്മതിക്കുന്നത്. ഞാൻ എന്തോരം മരണത്തെ പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുമ്പോ ഒന്നും എന്റെ മനസ്സിലേക്ക് അതൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണില്ല. അത് ഈ ഇരിക്കുന്ന ആൾക്കാർ മരിക്കണതിനെ പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, അത്രേ ഉള്ളൂ. എനിക്ക് മരണം ബാധകമായിട്ടല്ല ഞാൻ പറയണത്. എനിക്കിത് എത്തുന്നത് എപ്പോഴാന്നല്ലോ, ഇവിടെ എത്തുമ്പോഴാണ്. ഇതാ മാത്തൂ ഇൻദബഹു, മരിക്കുമ്പോൾ ഉണരുകയാണ്. അപ്പൊ ജനങ്ങളെ, ഈ ഒരു വേദന ലോകത്തൊരു മനുഷ്യന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാന്ന്. സക്രാത്തിന്റെ വേദനയിൽ ആരും ഒഴിവില്ല. അപ്പൊ ഈ വേദന നമുക്കെല്ലാം വരുമെങ്കിൽ അതിനൊരു മരുന്ന് വേണ്ടേ? ആ മരുന്ന് തന്നതാരാണെന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടറാണ്. മുഹമ്മദ് ഈസ് നോട്ട് ഓൺലി എ പ്രൊഫറ്റ് ബട്ട് ഓൾസോ ദി ഗ്രേറ്റസ്റ്റ് ഡോക്ടർ ഓഫ് ദി വേൾഡ് എന്ന് മഹാനായ നബി തങ്ങളെ സംബന്ധിച്ച് ബുദ്ധിസാക്ഷരന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ മാത്രമല്ല, ലോകത്തിന്റെ ഏറ്റവും വലിയ ഡോക്ടറാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ചൊക്കെ പൊന്നാർ നബി തങ്ങൾ പറഞ്ഞൊക്കെ ഇന്നും വൈദ്യശാസ്ത്രവും മെഡിക്കലും ഒക്കെ അന്തം വിട്ടിരിക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞത്? അടുത്ത കാലത്ത് പത്രത്തിൽ വായിച്ചതാണ്. കെട്ടിടത്തിന്റെ ഒക്കെ മുകളില് വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു, അടച്ചു വെക്കണമെന്ന്. ഞാൻ പത്രത്തിൽ വായിച്ചത് ഇത് അടുത്ത കാലത്ത്. 1400 കൊല്ലം മുമ്പ് ശാസ്ത്രം എന്ന് കേൾക്കാത്ത ഈ ലോകത്ത് പരിശുദ്ധമാകുന്ന മക്കയുടെ മണലാരുണ്യത്തിൽ കെട്ടിയുണ്ടാക്കിയ ഈന്തപ്പനയോടെ ഷെഡിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു, വെയിലേറ്റ് ചൂടായ വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത്. അതുകൊണ്ട് എന്താ വന്നേന്ന് പറഞ്ഞില്ല. പിന്നെ മെഡിക്കൽ കണ്ടെത്തിയിട്ടുണ്ട്, വെള്ളപ്പാണ്ടിന് സാധ്യതയുണ്ട്. വെയിലത്ത് ചൂടായ വെള്ളം സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് വെള്ളപ്പാണ്ടിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ടാങ്ക് ആരും തുറന്നിടരുത്. ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയതാണ്. എന്തോരം ഇങ്ങനെയുണ്ട് ബഹുമാനികളെ, ഓരോന്നും എടുത്തു നോക്കുമ്പോ. മലമൂത്ര വിസർജനത്തിന് ആദാബുകൾ പറഞ്ഞത് ഓരോന്നും എടുത്തു വയ്ക്ക്. ശാസ്ത്രം അന്തം വിട്ടിരിക്കുക. നബിത്തങ്ങള് തന്നെ അത്ഭുതമാണ്. ഇന്നും ഗോളശാസ്ത്രത്തിന് പിടികിട്ടിയിട്ടില്ല. ലോകം പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ച് കാണിക്കുമെന്ന് പറഞ്ഞത് ഇന്നും അവർ പഠിച്ചോണ്ടിരിക്കുകയാണ്. അക്ഷരം പഠിക്കാത്ത ലോകാനുഗ്രഹി നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സ്സാഅത്തു ഹത്താ യത്ലഉ ശംസു മിനൽ മഗ്രിബി. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ടാകാതെ ലോകം അവസാനിക്കില്ല. അക്ഷരം പഠിക്കാത്ത ആളല്ലേ പറഞ്ഞത്? ഗോളശാസ്ത്രജ്ഞന്മാർ അന്തം വിട്ടിരിക്കല്ലേ ഈ പ്രഖ്യാപനം കേട്ടിട്ട്? ഇതൊക്കെ തന്നെയാ നമുക്കുള്ള കുഴപ്പം. നമ്മളോടുള്ള വിരോധവും ഇത് തന്നെയാണ്. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമ്പോ സർവ്വ പഠിപ്പുകളും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ. പടച്ചോൻ പ്രഖ്യാപിക്കണ അതാണ്. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചാൽ പിന്നെ ആരുടെയും വിശ്വാസത്തിന് അംഗീകാരമില്ല. സർവ്വ മനുഷ്യർ ഈ ലോകത്ത് വിളിച്ചു പറയുമെന്നല്ലേ പറയണത്?
ഞങ്ങളുടെ മതാചാര്യന്മാർ ഇത് പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ മതാധ്യക്ഷന്മാർ പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞില്ലല്ലോ. ഈ സംഭവം ലോകത്ത് പറഞ്ഞത് മുസ്ലിം സമുദായത്തിന്റെ നേതാവാകുന്ന നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണല്ലോ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് നമുക്കുള്ള പ്രശ്നം. ഇതേ ഉള്ളൂ. നിങ്ങൾ മത തീവ്രവാദികളായിട്ടോ അക്രമികളായിട്ടോ രാജ്യദ്രോഹികളായിട്ടോ പിന്നെ ടാക്സ് തടഞ്ഞു വെക്കുന്നവരായിട്ടോ നോട്ട് പൂഴ്ത്തി വെക്കുന്നവരായിട്ടോ രാജ്യത്തിന് ഒറ്റുകൊടുത്ത ചാരന്മാരായിട്ടോ ഇതൊന്നും അല്ല നിങ്ങൾ. പിന്നെ എന്തിനാ നിങ്ങളോടുള്ള ഈ വിഷമ വൈരാഗ്യവും? അത് ഒരൊറ്റ കാരണമുള്ളൂ. നിങ്ങളുടെ വിശ്വാസവും സംസ്കാരവും ആദർശവും എല്ലാം ബുദ്ധിക്ക് യോജിക്കുന്നുണ്ട്, യുക്തിക്ക് ഇണങ്ങുന്നുണ്ട്, പ്രകൃതിക്ക് നിരക്കുന്നുണ്ട്. ഇതാണ് പ്രശ്നം. ഞങ്ങളുടേത് ഈ നിലയ്ക്കല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടേത് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടേത് നിലനിൽപ്പില്ല. ഇതേ പ്രശ്നമുള്ളൂ. ഇതാണ് കള്ളക്കേസിന്റെ കാരണം, ഇതാണ് പ്രശ്നത്തിന്റെ കാരണം, ഇതാണ് വൈരാഗ്യത്തിന്റെ കാരണം, ഇതാണ് എതിർപ്പിന്റെ കാരണം. വേറൊന്നുമല്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തുറന്നു പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. നബിത്തങ്ങൾ പറഞ്ഞത് ഓരോന്നും എടുത്തു നോക്കുമ്പോൾ, അള്ളാന്റെ റസൂല് പറഞ്ഞ ഓരോന്നും എടുത്തു നോക്കിയ പട്ടിയുടെ ഉമിനീരിന്റെ ഭാഗത്തു നിന്ന് വരുന്നതായ അണുക്കൾ മാരകമാണെന്ന് ഈ ലോകത്ത് പറഞ്ഞത് നബിത്തങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ മാരകമായ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം അണുനാശിനി ഗവേഷകന്മാർ ഉപയോഗിച്ചു. എല്ലാം പരാജയപ്പെട്ടപ്പോ ഒരു ഗവേഷകൻ പറഞ്ഞു, ഈ മുസ്ലിങ്ങൾ പട്ടി തൊട്ടോടത്തിൽ മണ്ണ് കലക്കി കഴുകുന്നത് കാണാമല്ലോ. അപ്പോ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, മണ്ടൻ, ഇത്രയും വലിയ അണുനാശിനി ഉപയോഗിച്ചിട്ട് ചാവാത്ത അണുക്കൾ മണ്ണ് കലക്കിട്ടോ? നമ്മൾ പരീക്ഷണശാലയിലല്ലേ, നമുക്ക് നോക്കാം. ഒരാൾ മണ്ണെടുക്കുന്നു, ഒരാൾ വെള്ളം എടുക്കുന്നു, ഒരാൾ പാത്രം എടുക്കുന്നു, കലക്കി സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന ഈ പട്ടിയുടെ ഉമിനീരിന്റെ ഭാഗത്തുനിന്ന് മൂക്കിന്റെ ഭാഗത്തുള്ള വിയർപ്പിൽ നിന്ന് വരുന്ന അണുക്കളെ ഈ മണ്ണ് കലക്കിയ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിക്കേണ്ട താമസം തൽക്ഷണം മൊത്തം നശിച്ചുപോയി. 1400 കൊല്ലം മുമ്പ് പറഞ്ഞു, പട്ടി തൊടുന്നോടത്തില് പട്ടി മണക്കുന്നോടത്തില് മണ്ണ് കലക്കിയ വെള്ളം. ലോകത്തിന്റെ ഡോക്ടറല്ലേ? ആ ഡോക്ടറാണ് സക്രാത്തിന്റെ വേദനയ്ക്കുള്ള മരുന്ന് തരണത്. മരണത്തിന്റെ വേദനയ്ക്കുള്ള മരുന്ന് ആ ഡോക്ടറാ തരുന്നത്. ആ ഡോക്ടർ തരുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. ഡോക്ടർ വേദന അനുഭവിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചോ എല്ലാവരും? ഇവിടെ ശ്രദ്ധിച്ചോ? ഇത് റജബ് മാസമാണ്. ഞാൻ ചുമ്മാതെ അല്ല ഈ മരുന്ന് തരാൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് റജബ് മാസമാണ്. ഈ റജബ് മാസം ഈ മരുന്നിന്റെ മാസമാണ്. ശഅബാൻ മാസം സമ്പത്ത് ശുദ്ധീകരിക്കുന്ന മാസമാണ്. റമദാൻ മാസം ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന മാസമാണ്. ശവ്വാൽ മാസം ഹജ്ജ് തുടങ്ങുന്ന മാസമാണ്. ഇങ്ങനെയാണ് അനുഷ്ഠാനത്തിന്റെ തുടക്കമാസം ഇത് റജബ്. ഉസ്താദ് ദുആ ചെയ്തില്ലേ? മഗ്രിബിന് ഉസ്താദ് ദുആ ചെയ്തു, ഇശാക്കും ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ. അതാ ഞാൻ ഈ മരുന്ന് തന്നെ. ഇപ്പൊ മരുന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് മരുന്ന് എന്താന്നുള്ളത്. മുസ്ലിയാർ കഷായം തന്നതല്ല, ഗുളിക തന്നതല്ല, മുസ്ലിയാർ തരാൻ പോണ മരുന്ന് എന്താണെന്ന് ഒരുവിധമൊക്കെ ആളുകൾക്ക് പിടിയിട്ടുണ്ട്. ഇപ്പൊ പറയാം, കറക്റ്റായിട്ട് പറയാം. മരുന്ന് തരുന്ന ഡോക്ടർ യഥാർത്ഥത്തിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മരുന്ന് തരുന്നത്. അതിന്റെ പ്രത്യേകതയാ. നമ്മളൊരു ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരിക്കലും ഡോക്ടർക്ക് വേദനയില്ല. ശരിയാണോ? നിങ്ങൾ ചെന്നേക്ക് ഒരു കുരു, ഒരു കയ്യേലൊരു ഒരു ഇങ്ങനെ പഴുത്തിരിക്കുകയാണ്. എന്താടോ സാറേ കയ്യേല് ഒരു ഡോക്ടറെ കയ്യേലൊരു കുരു ഇങ്ങനെ പഴുത്തു എവിടെയെന്ന് ചോദിച്ചിട്ട് അയാൾ അപ്പൊ തന്നെ ഒരു ചെക്ക് വെക്കും, നമ്മുടെ ജീവൻ പോകും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ മൂപ്പരുടെ കയ്യിൽ ആ കുരു ഉണ്ടെങ്കിൽ അയാൾ വെക്കൂല. നമ്മളെ അങ്ങനെയൊക്കെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോക്ടർ വേദന അനുഭവിക്കുകയാണ്, അപ്പോഴാണ് മരുന്ന് തന്നത്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ സക്രാത്തിന്റെ ഹാലിലാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗത്ത് പല സ്ഥലത്തൊക്കെ പറയിപ്പിക്കാറുണ്ട്. പൊന്നാർ നബി തങ്ങളുടെ വഫാത്ത്. ഞാൻ ചോദിക്കട്ടെ ബഹുമാനികൾ, എന്തിനാണ് ഇതൊക്കെ കേൾക്കണത്? നേരത്തെ സെക്രട്ടറി പിന്നെ പറഞ്ഞപ്പോ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പറയുന്നത് കേൾക്കുന്നത്. ഞാൻ എന്തിനു പറയണു? എനിക്കിത് ചെയ്യാൻ പറ്റൂലെങ്കിൽ, നമ്മ എന്തിനു കേൾക്കുന്നു ഇത് ചെയ്യാൻ പറ്റൂലെങ്കിൽ, അപ്പോഴല്ലേ ഇത് നാഫിയ ഇൽമാവുള്ളൂ. എന്തിനാണ് നബിത്തങ്ങളുടെ വഫാത്തിനെ പറ്റി പറയുന്നത്? ഖബില ഉമർ, അഖറസ ഉസ്മാൻ, അഖഅദ അലി. ഓരോന്നിങ്ങനെ പറയാണ്. ഇത് നമ്മളിലേക്ക് ഇത് താരതമ്യപ്പെടുത്താൻ വേണ്ടിട്ടാ. പൊന്നാർ നബിത്തങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല കയറി വരികയാണ്. അടഞ്ഞ കണ്ണങ്ങട് കണ്ടപ്പോൾ ശൈലി മാറി.
നബി തങ്ങളുടെ കണ്ണ് അടഞ്ഞ് കണ്ടിട്ടില്ല ഉമർ റളിയല്ലാഹു തആല അൻഹു. അടഞ്ഞ കണ്ണുകൾ കണ്ടപ്പോഴത്തേക്ക് നടങ്ങി പുറത്തേക്ക് ഒരു ചാട്ടം, വാളൂരിയിട്ട് പൊക്കി പിടിച്ചിരിക്കുകയാണ്. ആരാണടാ നബി? എന്റെ നബി തങ്ങൾ വഫാത്തായെന്ന് പറയാൻ ധൈര്യമുള്ളവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരട്ടെ. കഴുത്തിന്റെ മുകളിൽ അവന്റെ ശിരസ് ഉണ്ടാവില്ല. ഉമർ റളിയല്ലാഹു അൻഹു വാളൂരിയ പിന്നെ ഒരു പടപ്പടുത്തേക്കല്ലോ. എന്തേ? ബുദ്ധിക്ക് തകരാറ് പറ്റിപ്പോയി. വിശദീകരിക്കുമല്ല, ഞാൻ നിർത്തിയാണ്. അഖറസ ഉസ്മാൻ ഖബില ഉമർ അഖറസ ഉസ്മാൻ ഖഅദ അലി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അങ്ങോട്ട് വന്ന് കണ്ടപ്പോ ഒരിക്കലും ഇതുപോലെ അടഞ്ഞ കണ്ണ് കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ടവര് അങ്ങ് തളർന്നു വീണുപോയി. അലിയാര് തങ്ങൾ വന്നു കണ്ടു. അലിയാര് തങ്ങൾ ഒരൊറ്റ ഇരുത്തം ഇരുന്നു പോയി. പിന്നെ അനക്കമില്ല. മൂന്നെണ്ണത്തിന്റെ കാര്യം പറയുന്നു, ഒന്നിന്റെ പറയണില്ല. ഒന്നാമത്തെ ആൾ അവിടെ ഇല്ല. ഒന്നാമത്തെ ആൾ അകലെ നിന്ന് ഇവിടെ വരുന്നത് കാണുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ വാളൂരി പിടിച്ചേക്കുന്നു. വാളൂരി പിടിച്ചേക്കുന്ന ആള് പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ അയാളുടെ അടുത്തോടെ തന്നെ പോന്നു. അകത്തേക്ക് കയറി പൊന്നാരബി തങ്ങളുടെ ഭൂമുഖം കണ്ടു. ആ നെറ്റിത്തടത്തിലേക്ക് ഒരു മുത്തം കൊടുത്തു. ഇറ്റ് വീണതായ കണ്ണുനീർത്തുള്ളികൾ തൂത്തുകളഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് മാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. ഇതങ്ങോട്ട് കേട്ടപ്പോ വാള് താഴ്ത്തേക്ക് ഇട്ടു. കെട്ടി അങ്ങോട്ട് പിടിച്ചു ഈ മനുഷ്യനെ, ആയത്തോതിയ മനുഷ്യനെ. ഈ ചുമലിലേക്ക് തന്റെ മുഖം അങ്ങോട്ട് അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, അമീറുൽ അബൂബക്കർ സിദ്ദീഖ്, എത്രയോ പ്രാവശ്യം ഞാൻ ഈ ആയത്ത് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഓതിയപ്പോൾ ഞാൻ ആദ്യമായി കേൾക്കുന്നത് പോലെ ആയിപ്പോയി. എന്റെ ഭാഗത്തുനിന്ന് വല്ല വീഴ്ചയും സംഭവിച്ചു പോയോ? എന്തിനാണ് ഈ നാലാളുകളെ നമുക്ക് ഇതുപോലെ പരിചയപ്പെടുത്തി തരുന്നത്? നിന്റെ ജനാസ വീടിന്റെ ഉള്ളിൽ കിടത്തിയിരിക്കുമ്പോൾ നിന്റെ അടഞ്ഞ കണ്ണ് കാണുമ്പോൾ ബുദ്ധിക്ക് തകരാറ് പറ്റുന്ന നിന്റെ സുഹൃത്താരാണ്, നിന്റെ അളിയനാരാണ്, നിന്റെ മാമയാരാണ്, നിന്റെ എളിയമ്മയാരാണ്, നിന്റെ എളാപ്പയാരാണ്? സാദൃശ്യപ്പെടുത്താനാ. കുഴഞ്ഞു വീഴുന്ന ആളാരാണ്? ഒരൊറ്റ ഇരുത്തം ഇരിക്കുന്ന ആളാണ്. ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചുകൊണ്ട് പിച്ചും പേയും പറയുന്ന വ്യക്തിയെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ആളാരാണ്? ഇതെല്ലാം നിന്റെ ജനാസയുടെ സമീപം സംഭവിക്കുമ്പോൾ നിനക്ക് എന്താണടാ നാളെ ആഖിറത്തിലേക്കുള്ളത്? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. പടച്ചവനെ, കഴിഞ്ഞ റജബ് മുതൽ ഈ റജബ് വരെ ഞാൻ ഒരു കൊല്ലം പള്ളിപ്പറമ്പിലേക്ക് അടുത്തല്ലോ അല്ലാഹ്. എന്റെ വീട്ടിൽ നിന്ന് ഒരു കൊല്ലം അകന്നല്ലോ തമ്പുരാനെ. എന്റെ കച്ചവടശാലയിൽ നിന്ന് ഒരു കൊല്ലം അകന്നല്ലോ റബ്ബേ. ഖബറടത്തിലേക്ക് ഒരു കൊല്ലം അടുത്തല്ലോ തമ്പുരാനെ. എന്റെ കുഞ്ഞുങ്ങളിൽ നിന്നും ഇടയിൽ നിന്നും ഞാൻ ഒരു കൊല്ലം അകന്നല്ലോ റബ്ബേ. മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ഒരു കൊല്ലം ഞാൻ അടുത്തല്ലോ തമ്പുരാനെ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഒരു കൊല്ലം അകന്നോടത്തിലേക്കല്ല നോക്കുന്നത്, ഒരു കൊല്ലം ഞാൻ അടുത്തതായ പള്ളിപ്പറമ്പിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് തമ്പുരാനെ? ഇതിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹിയുടെ വഫാത്തൊക്കെ പറയണേ. ഞാൻ അത് പറയല്ല, ഇതൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മളെ ഇതുപോലെ അങ്ങോട്ട് താരതമ്യപ്പെടുത്തണം. നബി തങ്ങളെ കിടത്തിയതുപോലെ കിടത്തിയതായിട്ട് താരതമ്യപ്പെടുത്തണം. നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കാൻ പോവല്ലേ? എപ്പോഴാണ് ആ സംഭവം നടക്കുക ജനങ്ങളെ? അതിനു വേണ്ടിയിട്ടല്ലേ ഈ പരിപാടി? ഉറൂസിന്റെ പേരിൽ ഈ കേരളത്തിൽ തന്നെ എന്തെല്ലാം അനാചാരങ്ങൾ എന്തെല്ലാം സ്ഥലത്ത് നടക്കുന്നു. 101 ആന നിറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെന്നതാണ്. ഞാൻ അവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് നല്ല പ്രായമുള്ള ആള്, മൗത്തായി പോയിട്ട് അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാട്ടെ. ഞാൻ പള്ളിയൊന്നും അറിയുന്നില്ല. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഉസ്താദെ, ഈ 101 ആന നിരക്കുന്ന ഈ ചണ്ടമേളം നടത്തുന്ന ഈ സ്ഥലത്ത് ഉസ്താദെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ. ബാവാ മുസ്ലിയാരെ, മൂപ്പരുടെ മറുപടി, ബാവാ മുസ്ലിയാരെ, മനുഷ്യനോടല്ലേ പറയാൻ പറ്റുള്ളൂ. വെട്ടാമന്റെ പോത്തിനോട് വേദാന്തോട്ട് എന്തിട്ട് വരെ നമ്മൾ ഓടി മാറിക്കോളണം. എന്നിട്ട് മൂപ്പര് പറഞ്ഞ എന്താണെന്നറിയോ? യവന്മാരിവിടെ തുണി പൊക്കുമ്പോ ഞാൻ വീട്ടിലേക്ക് പോകും, യവന്മാര് തുണി താത്തുമ്പോ ഞാൻ തിരിച്ചു വരും. കൊടിക്ക് പറഞ്ഞതാ മൂപ്പര്. അൽഹംദുലില്ലാ, ഇവിടെ പറഞ്ഞ ഞങ്ങൾ കേട്ടോ, 11 ദിവസം അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചുള്ള നസീഹത്തുകളാണ്. നല്ല നല്ല മനുഷ്യന്മാരെ ഇങ്ങനെ കൊണ്ടുവന്ന ഒരു ബർക്കത്തിന് വേണ്ടി. ആലിക്കുട്ടി ഉസ്താദ് എന്ന് പറയുന്ന ആ മഹാനായ വലിയ മനുഷ്യനോട് കൊണ്ടുവന്ന എന്തിനാ? ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിന്റെ ശൈലിയും അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ അവസ്ഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാ കൊണ്ടുവന്നത്? ആ സാന്നിധ്യം കൊണ്ട് നമുക്കൊരു അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെയാണ് ഉറൂസുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സയ്യിദ് വലിയുല്ലാഹിയോടൊപ്പം മഹാനായ ശൈഖ്
ഔലിയായിനോടൊപ്പം വലിയുല്ലാഹിനോടൊപ്പം നാളെ സിറാത്ത് കടന്നു പോകാൻ ഈ മണ്ണിൽ ജനിച്ച നമുക്ക് അല്ലാഹു തആല മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഈ മഹത്തുക്കളുടെ അടുക്കൽ ആരെല്ലാം എന്തെല്ലാം ആവലാദികളുമായിട്ട് വരുന്നുവോ റബ്ബേ, നിന്റെ മഹനായ ഫദ്ൽ കൊണ്ട് അല്ലാഹുവേ ഇവരുടെയൊക്കെ മഹത്വം കൊണ്ട് അവരുടെ ആവലാദികൾ അല്ലാഹ് നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അപ്പൊ പറഞ്ഞു വന്നത് എന്താ? ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ ശരിക്കും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് എന്ന് പറഞ്ഞാൽ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് കാരണമാക്കപ്പെട്ടത് പനിയാണ്. അല്ലാഹു തആല പരിപാലിക്കുന്നവർക്ക് വെറുപ്പുള്ള ഒരു രോഗമൊന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ആർക്കും തരാതെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. എത്ര മനുഷ്യന്മാരെ ചിന്തിച്ചു നോക്കി, എത്ര മനുഷ്യന്മാരെ ഭർത്താവിനെ കാണിക്കുന്നില്ല, ഭാര്യനെ ഭർത്താവിനെ ഭാര്യയ്ക്ക് കാണിക്കുന്നില്ല, വാപ്പാനെ മക്കൾക്ക് കാണാൻ പറ്റുന്നില്ല. ഏതോ നാട്ടിൽ നിന്നും പ്രത്യേകമായി യൂണിഫോം ധരിച്ച കുറെ ആളുകൾ വന്ന് JCB കൊണ്ട് വലിയ ആഴമുള്ള കുഴി താത്തി കയറിനകത്ത് കെട്ടി രണ്ടു ഭാഗത്തേക്ക് കയറ് പിടിച്ച് ആഴമേറിയ കുഴിയുടെ അടിയിലേക്ക് വെച്ചിട്ട് എത്രയോ മനുഷ്യന്മാരെ മണ്ണിട്ട് മൂടി. നമ്മൾ കണ്ടതല്ലേ അല്ലാഹുവേ. എന്നിട്ടും ഒരു മാറ്റവും വരാത്ത ഒരേ ഒരു വിഭാഗം ഈ മുസ്ലിം സമുദായത്തിന്റെ പേര് പോലെ ജീവിക്കുന്നവരാ. യഥാർത്ഥത്തിൽ അതെന്തായിരുന്നു? മനുകൾ ഒരു പനിയല്ലായിരുന്നോ? പനി. പൊന്നാര നബി തങ്ങളുടെ വഫാത്തിന് കാരണമാക്കപ്പെട്ട രോഗവും പനിയാ. ആ പനി വേറെ, ഈ പനി വേറെ. ചുമ്മാ ഒരു പനിയല്ലായിരുന്നോ? എന്താ, ആകാശത്തിന്റെ താഴെ എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയെല്ലാം കൂട്ടമായ മരണം. അതല്ലേ നമ്മൾ കണ്ടത് അല്ലേ? എന്തായിരുന്നു അസുഖം? പനി. എന്തുട്ടാ പനിയുടെ പേര്? കൊറോണ. അതിന് മരുന്നില്ലേ? ഇല്ല. കോടാനകോടി രൂപ ഓരോ ഗവൺമെന്റിന്റെയും ശമ്പളം പറ്റുന്ന വൈദ്യശാസ്ത്രം അന്തം വിട്ടുപോയില്ലേ? ഇതിന്റെ പേര് അല്ലാഹുവിന്റെ ശിക്ഷ എന്നല്ലേ ബഹുമാനികളെ? യഥാർത്ഥത്തിൽ അത് വന്നതിന്റെ ശേഷം മാറ്റം വരാത്തൊരു വിഭാഗം നമ്മളുടേതല്ലേ? ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് നമ്മളുടേതല്ലേ? കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് ഈ കൊച്ചു കേരളത്തിലേക്ക് വ്യാമയാന മാർഗവും ജലമാർഗവും കരമാർഗവുമായിട്ട് ഈ കേരളത്തിലേക്ക് വരുമ്പോൾ 80% അത് ഉപയോഗിക്കുന്നത് മുസ്ലിം നാമധാരികളാണ്. ചിന്തിച്ചു നോക്കിയേ. ഏറ്റവും കൂടുതൽ പലിശയുമായി ബന്ധപ്പെടുന്നവരാരെന്ന് നോക്കിയാൽ, ഞാൻ ഈ അടുത്ത ഒരാഴ്ചയായിട്ടില്ല ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞപ്പോ ഒരേ ശൈലിയിലുള്ള വീടുകളുള്ള ഒരേ ഒരു ഭാഗം. ഇതെന്താണ് ഇങ്ങനെ ഒരേ മോഡലും ഒക്കെ 2 നില കെട്ടിടങ്ങളാണല്ലോ. അപ്പൊ പറഞ്ഞു ഇതെല്ലാം ഒരു മുതലാളിയുടെ റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു ഉസ്താദേ. നമ്മുടെ മുസ്ലിങ്ങളാണ് ഇത് വാങ്ങിയത്. ഈ വാങ്ങിയതിൽ 99% ലോൺ എടുത്താണ് ഈ കെട്ടിടം പണിതേക്കണേ. പലരും വിറ്റുകൊണ്ടിരിക്കുകയാണ്. പലിശ. ഏറ്റവും കൂടുതൽ പലിശയായിട്ട് ബന്ധപ്പെടുന്നവരാരാണ്? ഏറ്റവും കൂടുതൽ വിവാഹമോചനത്തിന്റെ പല ഭാഗത്തൊക്കെ പള്ളി കമ്മിറ്റിക്കാർക്ക് വേറെ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. വിവാഹമോചന കേസ് തീർക്കാനേ നേരമുള്ളൂ. കല്യാണത്തിന് ആർഭാടം കാണിക്കുന്ന ആരാണ്? അള്ളാഹ്ക്ക് പൊരുത്തോളം നിക്കാഹ് എന്ന് പറഞ്ഞാൽ ലളിതമായ നിക്കാഹാണ്. എന്നെടുത്തു നോക്കിയേ, ആരാണ് ഇതൊക്കെ? എല്ലാ ഭാഗത്തും അതിക്രമം നമുക്കാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ ബഹുമാനികളെ, പോട്ടെ. പറഞ്ഞു തന്നാ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മൗത്തിന് അല്ലാഹു തആല കാരണമാക്കി കൊടുത്ത കടുത്ത പനിയാണ്. പനി ബാധിച്ച് പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കിടക്കുമ്പോ നെറ്റിയിൽ ഇങ്ങനെ തുണി വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം വിറ്റിച്ചോണ്ടിരിക്കുന്നു. പണ്ടൊക്കെ അങ്ങനെ തന്നെ ചെയ്തോണ്ടിരുന്നത്. പനി വന്നു കഴിഞ്ഞാല് തുണി നനച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കും. അതിങ്ങോട്ട് മാറി മാറി കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്താ, ഈ പനിച്ച വെള്ളം തൊടാത്ത അവസ്ഥയായി. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നോക്കി പനിക്കുന്ന ആളിലേക്ക് ഐഷർട്ട് എടുത്ത് വെക്കും. അത് അവിടുന്ന് തുടങ്ങിയതാണ്. അങ്ങനെ പൊന്നാര നബി തങ്ങളുടെ അടുക്കല് പൊന്നുമോള് സയ്യിദത്തുന ബി ഫാത്തിമത്ത് സുഹറ റളിയല്ലാഹു അൻഹ ഇരിക്കുന്നുണ്ട്. അതിന് മുമ്പൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ അവിടെ ഇരുന്നോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ കവാടത്തിൽ ഒരു സലാം കേൾക്കാം. അസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. സലാം ചൊല്ലിയപ്പോൾ പൊന്നാര നബി തങ്ങൾ മോളോട് ചോദിക്കുന്നു, മൻഫിൽ ബാബി യാ ഫാത്തിമ. മരുന്നേറാനുള്ള മുന്നൊരുക്കായി കാണണേ. ഡോക്ടർ മരുന്നേറാൻ പോവുകയാണ്. മോളെ, ആരാ മോളെ കവാടത്തിൽ വന്ന് സലാം ചൊല്ലിയത്? ഹാദാ സായിറുൻ യാ ബി. ഉപ്പാനോട് മോള് പറയാണ്, മോളടുത്തിരിക്കുകയാണ്. മോള് പറയാണ്, ആരോ സന്ദർശകനാണ് റസൂലുള്ളാഹ്. പുറത്തൊന്ന് സലാം ചൊല്ലി. ആരാണത്? ആരോ സന്ദർശകനാണ്. മോളോട് പറഞ്ഞു, മോളെ ആ വന്നത് സന്ദർശകരല്ല, ഹാദാ ഹാദിമുൽ ലദ്ദാത്ത് വമുയത്തിമുൽ ബനീന വൽ ബനാത്ത് വമുഫർരിഖുൽ ജമാഅത്ത്. ആ വന്ന് സലാം ചൊല്ലി അതിഥി ആരാന്നറിയോ? ഹാദാ ഹാദിമുൽ ലദ്ദാത്ത്. ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളിൽ നിന്നും നമ്മെ മുറിച്ചു മാറ്റുന്ന, എല്ലാ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, നമുക്കാർക്കും ഇഷ്ടമൊന്നുമില്ല.
നിങ്ങളുടെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളിൽ നിന്നും നിങ്ങളെ അടർത്തി മാറ്റുന്ന. എന്താ ബഹുമാനികള്, എന്ത് സുഖവും സന്തോഷമൊക്കെ ഇപ്പൊ ഈ ദുനിയാവിലുള്ളത്. ഞാൻ തൊടുന്നില്ല, അങ്ങോട്ട് പോയാൽ പറ്റൂല, ഈ മരുന്നൊന്നും തരണമല്ലോ. എല്ലാ സുഖ സന്തോഷങ്ങളിൽ നിന്നും നമ്മുടെ ഇഷ്ടത്തോടു കൂടിയല്ല. വീടൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചവനെ, റമദാനിന് മുമ്പ് കയറി താമസിക്കണം, തിരക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. പണിതുകൊണ്ടിരുന്ന വീട്ടിനകത്ത് നിന്നെ താമസിക്കാൻ അനുവദിക്കാതെ, സമ്പാദിച്ച സമ്പത്തുകളെല്ലാം ആസ്വദിക്കാൻ അനുവദിക്കാതെ, അസ്ബഹ മാലൂകൽ മജ്മൂഉന ഹബാ വഉത്തില ബഅദകൽ ഖസ്റുൽ മശീദു. സമ്പാദിച്ച സമ്പത്തുകളെല്ലാം നിന്നിൽ നിന്ന് അവകാശം മാറ്റി പണിതു പൂർത്തിയായതായ വീട്ടിലേക്ക് നിന്നെ താമസിക്കാൻ അനുവദിക്കാതെ വെറും 3 കഷ്ണം തുണിയും കുറെ പഞ്ഞിക്കട്ടയുമായി നിന്നെ നാട് കടത്തുന്നു. അതാണ് മരണം. നാട് കടത്ത. ഗൾഫിലേക്ക് ഇവിടുന്ന് പലരും പോകുന്നുണ്ട്. ഉറങ്ങണോ? ഉറങ്ങല്ലേട്ടോ. ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങാൻ എനിക്ക് ഉണർത്താനുള്ള താല്പര്യമില്ല, കാരണം അതിനുള്ള സമയമില്ല. ഉറങ്ങണവൻ ഉറങ്ങട്ടെ. അല്ലാഹു തആല എല്ലാ പടത്തിനും പണി കൊടുക്കുന്ന, ദുനിയാവിലെ എല്ലാ മനുഷ്യന്മാർക്കും പണി കൊടുക്കും. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖൽഖ, എല്ലാത്തിനും പണിയുണ്ട്. ഈ മജ്ലിസിൽ വന്നിരുന്ന് ഉറങ്ങാൻ അല്ലാഹു തആല പടച്ചേക്കണ പടപ്പ് ഇവിടെ വന്നിരുന്ന് ഉറങ്ങല് തന്നെ, ഇത് കേൾക്കലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉറങ്ങണവർ ഉറങ്ങിക്കോ കേട്ടോ. ഞങ്ങളാരും ഉറങ്ങണില്ലല്ലോ വാമസിനാരെ എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോ എനിക്കൊരു കാക്ക ഒരു ഇൽമു പഠിപ്പിച്ചെന്നാണ്, വാമസിലാരെ ചില മനുഷ്യന്മാർക്ക് ഉറങ്ങാൻ കണ്ണടക്കണ്ടാന്ന്. അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഉറങ്ങണവർ ഉറങ്ങിക്കോ കേട്ടോ. ഇത് കേൾക്കണവർ ഇത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നെയ്യത്താക്കിയിരുന്നോ, എന്റെ ജീവിതത്തിൽ അവസാനത്തെ ഇൽമിന്റെ മജ്ലിസിൽ ഞാൻ ഇരിക്കുന്നു അല്ലാഹ്, അങ്ങനെ നെയ്യത്താക്കിക്കോ. എന്നെ ഇവിടെ കൊണ്ടുവന്നോന്ന് അഭിപ്രായം പറഞ്ഞ ആളുടെ കാര്യമല്ല ഇപ്പൊ ഇവിടെ മുമ്പ് സംസാരിച്ചത്. ഇവിടെ കൊണ്ടുവന്ന് ഈ പുള്ളിനെ കൊണ്ടിട്ട് പ്രസംഗിപ്പിക്കണമെന്ന് അഭിപ്രായം പറഞ്ഞ ആൾ ഈ പ്രസംഗം കേൾക്കാൻ ഇവിടെ ഇല്ല. അവസാനത്താണ് നെയ്യത്താക്കിയിരുന്നു. എല്ലാ നിമിത്തങ്ങളും അങ്ങനെയാണ്. നിസ്കരിക്കാൻ നിന്നാൽ നമുക്കൊക്കെ ഇപ്പൊ അതല്ലേ ഇപ്പൊ പ്രശ്നം പറ്റിയേക്കുന്നത്. ആളുകൾ പറഞ്ഞ എന്താണ്, നിസ്കാരത്തിൽ ഒരു ഏകാഗ്രത കിട്ടില്ല മുസ്ലിയാരെ. കൈ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പല ചിന്തകൾ വരികയാണ്. എന്താ അത്? തങ്ങൾ പറഞ്ഞു, നീ നിസ്കരിക്കാൻ കൈ അങ്ങോട്ട് കെട്ടിയാൽ സല്ലു സലാത്ത മുവദ്ദിഇൻ, എന്റെ അവസാനത്തെ നിസ്കാരമാണ്. പഠിച്ചവനെ, ഇനി എനിക്ക് ഇശാ ഇല്ല അല്ലാഹ്, എന്റെ ലാസ്റ്റ് ഇശായാണ്. നാളെ ഇശാന്റെ സമയത്ത് എന്റെ പൊന്നുമക്കൾ കണ്ണീരിലാണ്. എന്റെ പ്രിയപ്പെട്ട ഇണ ദുഃഖം താങ്ങാനാകാതെ ബോധരഹിതനായി കിടക്കുകയാണ്. പഠിച്ചവനെ, എന്റെ മാതാപിതാക്കൾക്ക് മകൻ അല്ലെങ്കിൽ മകൾ നാളെ നഷ്ടപ്പെടുകയാണ്. എന്റെ വീട്ടിൽ ഉസ്താദന്മാര് വന്ന് എനിക്ക് വേണ്ടിയിട്ട് ദുആ ഓതുന്ന സമയം വരാൻ പോവുകയാണ്. അവസാനത്തെ ഇശ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒന്നും കൂടി നെയ്യത്താക്കിയിട്ട് മുന്നിൽ പടച്ചതമ്പുരാൻ, ഫ്രണ്ടിൽ അല്ലാഹുവാണ്, പുറകിലെ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ. കുല്ലിംദിഇം മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗത്ത് അദ്നാ മിൻ ശിറാകി നിഅലിഹി. നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വള്ളി എത്രമാത്രം കാലിലേക്ക് ചേർന്നിരിക്കുന്നുവോ അതിനേക്കാൾ മലക്കുൽ മൗത്ത് നിന്നിലേക്ക് അടുത്താണ്. പുറകിൽ മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ, പടച്ചവനെ, ഈ നിസ്കാരത്തിൽ ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട് റബ്ബേ, ഉപരി കാത്തിരിക്കുകയാണ്. അല്ലാഹ്, ഈ നിസ്കാരത്തിൽ ഞാൻ മരിച്ചാൽ എനിക്ക് പോകേണ്ടത് വലതുഭാഗത്തുള്ള സ്വർഗത്തിലേക്കാണ് റബ്ബേ, എനിക്ക് പോകേണ്ടത് ഇടതുഭാഗത്തുള്ള നരകത്തിലേക്കല്ല പടച്ചവനെ. ഫ്രണ്ടില് രാജാതിരാജനായ റബ്ബ്, പുറകില് മലക്കുൽ മൗത്ത് അസ്റായീല്, വലതുഭാഗത്ത് സ്വർഗം, ഇടതുഭാഗത്ത് നരകം. ഇനി എങ്ങോട്ടാ പോണേ മനസ്സ്? ഇനി എങ്ങോട്ട് പോകും മനസ്സ്? ഇശാസ്കാരം കഴിഞ്ഞാൽ പോകുന്നൊന്നുമില്ല. ദുആ ചെയ്ത് കഴിയുമ്പോൾ മനസ്സ് പറയാണ്, പഠിച്ചവനെ, അവസാനത്തെ ഇശായാണല്ലോ അല്ലാഹ്, 2 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചേക്കാം. റവാത്തിബ് നിസ്കരിച്ച് സലാം വീട്ടുമ്പോൾ മനസ്സ് പറയാണ്, പഠിച്ചവനെ, നാളെ രാത്രി ഇവിടെ ഇല്ലല്ലോ അല്ലാഹ്, അതുകൊണ്ട് 1 റക്അത്ത് വിത്ർ നിസ്കരിച്ചേക്കാം റബ്ബേ. 1 റക്അത്ത് വിത്റിന് നിൽക്കുമ്പോൾ മനസ്സ് പറയാണ്, അല്ല, അവസാനത്തെ രാത്രിയാണല്ലോ, ഇനി ഒരു വിത്റിന് അവസരമില്ലല്ലോ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സമയം നബി തങ്ങൾ നിസ്കരിച്ചത് 3 റക്അത്താണല്ലോ, അതുകൊണ്ട് പഠിച്ചവനെ, 1 റക്അത്തിന് നിർത്തണ്ട, 3 റക്അത്ത് വിത്ർ നിസ്കരിക്കാം. നന്മകൾ ഏറി വരികയാണ്. എല്ലാം അവസാനം, എല്ലാം അവസാനം. അപ്പൊ പെണ്ണുപിള്ളേനെ ഇടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോ എന്റെ പെണ്ണുപിള്ളേരെ അവസാനത്തെ ഇടിയാന്നൊക്കെ മനസ്സിൽ കരുതിയ ഇടിക്ക് വെയിറ്റ് കുറയും. ചുരുട്ടിയിട്ട് വലിക്കൂലേ? വലിക്കുമ്പോഴും എന്റെ ഒടുക്കത്തെ വലിയാന്ന് നെയ്യത്താക്കിയാൽ ഫുള്ളായിട്ട് വലിക്കൂല, 2-3 വലി വലിച്ചിട്ട് എറിഞ്ഞു കളഞ്ഞു.
ലാസ്റ്റ് വലിയല്ലേ മൊത്തം വലിക്കണ്ടെന്ന് മനസ്സ് പറയും. എല്ലാം അങ്ങനെ തന്നെയാ, എല്ലാം അങ്ങനെ തന്നെയാ. കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എന്റെ അവസാനത്തെ കുടി അല്ലാന്ന് നോക്കുമ്പോ കുപ്പി അവിടെ വെച്ചോണ്ട് പോകും, കുടിക്കൂല. ഇതൊരു ഭയങ്കര ഒറ്റമൂലിയാ, എല്ലാം ലാസ്റ്റ്. കൗൺസിലർ പല ഭാഗത്തും അതിന് പറയാൻ ഏറ്റിട്ടുണ്ട്, ബുക്കിംഗ് ഉണ്ട്. പക്ഷേ കാഞ്ഞങ്ങാട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ സാന്നിധ്യത്തിൽ നിന്ന് പ്രസംഗിക്കാൻ എന്റെ പ്രസംഗം അവസാനത്തത് റബ്ബേ, അപ്പോഴെനിക്ക് ആ ഹൗഫും ഇഖ്ലാസും ഒക്കെ ഉണ്ടാവുള്ളൂ. ഹൗഫും ഇഖ്ലാസും ഒക്കെ അപ്പോഴുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇത്രയും ദൂരം വന്നതാണല്ലോ, ഇവന്മാർ ഇത്ര രൂപ തരുമായിരിക്കും എന്നാ മനസ്സിലും എന്നെങ്കിൽ പോയി പൊളിഞ്ഞു പോയി. അപ്പൊ രൂപയിലായി പോയി കാര്യം. അല്ലാഹ് പടച്ചവനെ, ചെയ്യുന്നത് എന്തായാലും അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിൽ ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. മോൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണുണ്ടോ? എല്ലാ സുഖങ്ങളിൽ നിന്നും നിങ്ങളെ പിടിച്ചു മാറ്റുന്ന വന്നേക്കണ വ്യക്തി അതാണ്. എല്ലാ സുഖം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളെ മാറ്റുകയാണ്. പൊന്നുമക്കളെയൊക്കെ ഉമ്മ വെച്ചോണ്ടല്ലേ നടന്ന, കുഞ്ഞുങ്ങളെ പിരിയാൻ നിങ്ങൾക്ക് വല്ല മനസ്സുണ്ടായോ? പക്ഷേ എന്നേക്കുമായി നിന്റെ മക്കളിൽ നിന്നും നിന്നെ പിടിച്ചു മാറ്റുകയാണ്, പേരക്കുഞ്ഞുങ്ങളിൽ നിന്നും പിടിച്ചു മാറ്റുകയാണ്. എല്ലാ സുഖങ്ങളിൽ നിന്നും രസങ്ങളിൽ നിന്നും നിങ്ങളെ പിടിച്ചു മാറ്റുന്ന പൊന്നാമന മക്കളെ അനാഥകളാക്കി തീർക്കുന്ന. ഇന്നലെ വരെയും പറഞ്ഞു ഇന്നയാളുടെ മക്കള് അബ്ദുള്ളാടെ മക്കളാ പോണത്, നാളെ പറയാൻ പോകുന്ന യത്തീമായ കുഞ്ഞുങ്ങളാ പോകുന്നത്. മക്കൾ അനാഥകളായി. കുഞ്ഞുങ്ങൾ അനാഥയായി, ഭാര്യയോടൊപ്പം വേറെ പുതിയാപ്പള, ഭർത്താവിനോടൊപ്പം വേറെ പുതിയൊണ്ണ്. ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. നിങ്ങളെ മണ്ണിന്റെ അടിയിലേക്ക് മാറ്റപ്പെടുന്നു. ഇതൊക്കെ പരമാർത്ഥമല്ലേ ബഹുമാനികളെ? അല്ലേ ഇത് വേറെ ആർക്കെങ്കിലും വേണ്ടി പറയണാണോ? അതേ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് പറയണതാണോ? അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ അടിയിൽ പെട്ടതത്ഭുതമല്ലേ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ച യാത്രയും ചെയ്തതത്ഭുതമല്ലേ. തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ട് നിലവിളിക്കുന്നതത്ഭുതമല്ലേ. ഇതിനകത്തൊക്കെ എന്താ ഉമ്മാനികളെ കളയാനുള്ളത്? ഇത് വലിയൊരു ഉസ്താദ് ഇവിടെയൊക്കെ ഒന്ന് വളർന്നു പറഞ്ഞിട്ടുണ്ട് പണ്ട്, തഴവ ഉസ്താദ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പുറകെ സിറാത്ത് കടന്നു പോകാൻ ഇത് കേട്ട ഇത് പറഞ്ഞ നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പോയി ഉമ്മാനികളെ, പിന്നെ നമ്മളിവിടെ ഉണ്ടാവുമോ? അപ്പൊ ഇതാ പറഞ്ഞ മക്കളെ അനാഥകളാക്കുന്ന വ്യക്തിയാ വന്നിരിക്കുന്നത് മോളെ. കൂട്ടത്തിൽ നിന്നും നിന്നെ പിടിച്ചു മാറ്റുന്ന. ഇത്ര നാളും കൂട്ടുകാരുടെ കൂട്ടത്തിലല്ലേ കൂടിയിരുന്നത്, നിന്നെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. കൂടെ കഴിഞ്ഞവരൊക്കെയും ആകുന്നില്ലേ, അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ. ഒക്കെ കൂട്ടുകൂടി നടന്നവരാ, എല്ലാം കൂട്ടുകൂടി നടന്നവരാ, ഒക്കെ ഒറ്റക്കൊറ്റക്കായി. എന്തോരം മനുഷ്യന്മാരെ കിടക്കണം. ഞാൻ അവിടെ കണ്ടു പോർത്ത് അതോ ഉള്ളായിരിക്കും, ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോണ്ട് ഇവിടെ കാണും. അപ്പൊ ഞാൻ പിന്നെ കുഞ്ഞോമതാ മമ്മൂഞ്ഞല്ലേ, മുഹമ്മദ് കുഞ്ഞാജിട്ട് ചോദിച്ചു, ഇതുള്ള കബർ അല്ല ഉസ്താദിന്റെ അപ്പുറത്തേക്കുണ്ട്. എന്തോരം മനുഷ്യന്മാരാ കിടക്കണം. പടച്ചവനെ, ഉയർന്നു വരുമ്പോൾ സന്തോഷത്തോടെ ഉയരുന്നവരിൽ പെടുത്തണേ അല്ലാ. അതേ ഉയരണത് ഇപ്പൊ പറയും, ഈ മരുന്നിനകത്ത് അതുണ്ട്, ഇവിടെ ശ്രദ്ധിച്ചോ. മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ സംഗതി കുഴപ്പമാണ്. അപ്പൊ പോട്ടെ, മോളോട് ചോദിക്കാൻ ഇത് ആരാ വന്നിരിക്കണേ, മോക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. മോളെ, ഇന്ന സ്വഭാവങ്ങളുള്ള കക്ഷിയാ വന്നിരിക്കുന്നത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ മലക്കുൽ മൗത്ത് അസ്റായിലാണ് വന്ന് സലാം ചൊല്ലിയത്. സലാം അടക്കി അകത്തേക്ക് കയറി വന്നപ്പോൾ എന്നെ പിടിക്കാൻ വന്നതാണോ അതെയോ സന്ദർശിക്കാൻ വന്നതാണോ അസ്റായിലേ? ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഞാൻ ആരെയും സന്ദർശിക്കാറില്ല റസൂലുള്ളാഹ്. അവിടുത്തെ അനുമതി ഉണ്ടെങ്കിൽ അങ്ങയുടെ പരിശുദ്ധ റൂഹിനെ ഊരിയെടുക്കാൻ അല്ലാഹ് പറഞ്ഞയച്ചിരിക്കുകയാണ്. എന്റെ അധികാരമല്ലല്ലോ റബ്ബിന്റെ അവകാശത്തിൽപ്പെട്ട ആത്മാവിനെ
എന്റെ ഈ ശരീരത്തിൽ ഊരിയെടുക്കാൻ എന്റെ അനുവാദമോ മലക്ക്. പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഖർറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒന്ന് കാണണമെന്ന് ആശയുണ്ടായി. പറഞ്ഞു തീരുന്നതിനും മുഖർറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. വലിയ സംഭവങ്ങളൊക്കെ നടന്നു ഈ മരുന്നിന് മുമ്പ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു കഴിഞ്ഞപ്പോൾ, ബഹുമാനപ്പെട്ട മലക്കേ, നമ്മൾ തമ്മിൽ പിരിയുകയാണല്ലോ, ഇനി നാം തമ്മിൽ ഈ ദുനിയാവിൽ കാണുന്നില്ലല്ലോ. ഹൽ തൻസിലു മിൻ ബഅദി യാ ജിബ്രീൽ, എന്റെ ശേഷം ഇനി ഭൂമുഖത്തേക്ക് ഇറങ്ങുമോ ജിബ്രീൽ അലൈഹിസ്സലാം? നഅം അൻസിൽ അശറ അർഫു ജവാഹിറും മിനൽ അർദ്, ഭൂമിയിലേക്ക് ഞാൻ ഇനി വരും, ഭൂമിയുടെ 10 രത്നങ്ങൾ ഞാൻ ഉയർത്തിക്കൊണ്ടുപോകും നബിയേ. അതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. ആഗ്രസമാന്റെ അടയാളങ്ങൾ തന്നെ. ഹദീസിനെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും സംഗതി ഇന്നിപ്പോ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് തന്നെയാണ്. അർഫുൽ ബറക്കത്ത മിനൽ അർദ്, ഈ ഭൂമിയിൽ ബർക്കത്തുണ്ടാവില്ല. നിങ്ങളും ചിന്തിച്ചു നോക്കി, എന്ത് ചെയ്താലും എന്ന് പറഞ്ഞാൽ വയറ് നിറച്ചു തിന്നാലും ഒരു ആത്മസംതൃപ്തി ഇല്ല. അതാണ് ബർക്കത്ത്. അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായ പള്ളി. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോഴേ ഞങ്ങളുടെ അകത്തേക്ക് വന്നപ്പോഴാണ് ഇത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടിട്ടാണ് ബാക്കിലേക്ക് വീണ്ടും വികസിപ്പിച്ചിരിക്കുന്നത്. ആ പഴയ പള്ളി ഇതിനകത്ത് കയറുന്ന അത്രയും ഒരു സന്തോഷവും റാഹത്തും അല്ല അതിന്റെ അപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ. അതാണ് ഈ ബർക്കത്തൊന്നും. ബർക്കത്തെന്ന് പറയുന്നത് നമുക്ക് ചായക്കടയിൽ പോയി മേടിക്കാൻ പറ്റുന്ന സാധനമല്ല. ബർക്കത്ത് ഒന്നിലൊരു ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മലയാള ഭാഷ ഇതാണ്, ഒരു ആത്മസംതൃപ്തി. എന്തെങ്കിലും ഒരു ചെയ്യുമ്പോൾ ഒരു മനസ്സിന് റാഹത്ത് വരണ്ടേ, സന്തോഷം. അതിനാണ് ബർക്കത്ത്. പിന്നെ ബർക്കത്ത് നിമിത്തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആട് ബർക്കത്തുള്ള ജീവിയാണ്, പട്ടി ബർക്കത്തില്ലാത്ത ജീവിയാണ്. പഠിപ്പിച്ചെന്നതാ. ആട് ബർക്കത്തുള്ള ജീവി എന്ന് പറഞ്ഞാൽ ആടിനെ ഈ ദുനിയാവിൽ മനുഷ്യന്മാർ എത്രയാ തിന്നണേന്ന് കണക്കില്ല. തിന്നുന്നതനുസരിച്ച് അതിന്റെ വർധനവ് നമ്മൾ കാണണില്ല. ഈ കാസർഗോഡ് അറുത്ത് തിന്നുന്ന അത്രയും ആടുകളെ കാസർഗോഡ് വളർത്തുന്നില്ല. പക്ഷെ ആട്ടിറച്ചി എപ്പോൾ ആവശ്യപ്പെട്ടാലും നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. മക്കത്തൊക്കെ കണ്ടില്ലേ, നമ്മളവിടെ എന്തോരം ആജിമാരാന്നറിയാം ഓരോ ബിൽഡിങ്ങില്. പക്ഷെ അവിടെ കൊണ്ടുതന്നെ എന്തിട്ടാണ് ഒരു ചെറിയൊരു ചെമ്പിനകത്ത് കുറച്ച് ചോറ്, ചെറിയൊരു പാത്രത്തിനകത്ത് കുറച്ച് കറി. നമ്മളൊക്കെ അവിടെ ഒരു കല്യാണത്തിന് വലിയ വാർപ്പിനകത്ത് വലിയ പോത്തിനെയൊക്കെ മറിച്ചല്ലേ ഇപ്പൊ ശരിയാക്കണത്. ഇതാണ് ബർക്കത്ത് എന്ന്. കുറച്ചുണ്ടാവുള്ളൂ, ഉള്ളതിൽ ഐശ്വര്യം ഉണ്ടാവും. അതാണ് ആട്. ആട് കൊറേ വേണ്ട, കുറച്ച് മതി. പട്ടി അങ്ങനെയല്ല, പട്ടീനെ ആരും തിന്നുന്നില്ല. പക്ഷിയുടെ ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഒരു പ്രസവത്തിന് ചിലപ്പോ 10-12 കുട്ടികളുണ്ടാവും. ഇതിന്റെ ഈ ഉൽപാദനത്തിന്റെ വർധനമനുസരിച്ച് ഈ പട്ടിയുടെ ശൈലി നമ്മൾ നോക്കുമ്പോൾ ലോകത്ത് പട്ടീനെ തടഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. പക്ഷേ പട്ടിയെ നമ്മൾ കാണാറില്ല എന്ന് പറഞ്ഞപ്പോ തെരുവട്ടിയുണ്ട്, അത് നമ്മളെ കൊണ്ട് വിളിച്ചു വരുത്തിയതാ. അതൊക്കെ വല്ല കല്ലിന്റെ ഇടയിലൊക്കെ ജീവിച്ചോണ്ടിരുന്നാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മോനോട് ചോദിക്കും, മോനെ എങ്ങോട്ടാടാ പോണേ? ഞാനൊന്ന് കാസർഗോഡ് ജംഗ്ഷനിലേക്ക് പോവാ. പോലെ ഈ മോന്റെ കയ്യിൽ കൊടുത്ത ഒരു കവർ എന്തെന്നാണെന്നറിയാം. അതിനകത്ത് മീനിന്റെ വേസ്റ്റ് ഉണ്ട്, ഇറച്ചിയുടെ വേസ്റ്റ് ഉണ്ട്, ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഉണ്ട്, എല്ലാം കൂടെ കൊടുന്ന് റോഡരികിൽ. അപ്പൊ മലയുടെ ഇടയിലെല്ലാം കുറ്റിക്കാടുകളിലും മലമടക്കുകളിലും താമസിച്ചുകൊണ്ട പട്ടികളൊക്കെ റോഡിലേക്ക് ഇറങ്ങിയതിന്റെ ഇഷ്ടം പോലെ ഉണ്ട് കിട്ടാൻ. ഇതൊന്നും ഇസ്ലാം അനുവദിച്ചതല്ല. അപ്പൊ ശരിക്കും തെരുവട്ടീനെ ഇവിടെ ഉണ്ടാക്കിയത് നമ്മളാണ്. ഇസ്ലാം അനുവദിച്ചതല്ല ഇത്, വഴിയോരത്തല്ല ഇതൊന്നും ഇടേണ്ടത്. ഇതൊക്കെ മണ്ണിൽ കുഴിച്ചിടണം. മണ്ണിനെ അല്ലാഹു തആല അഹ്യാം വ അംബാത്താന്ന മണ്ണിനെ പറ്റി പറഞ്ഞു. ജീവിക്കാനും മരിക്കാനും ഉള്ളതാ മണ്ണ്. മരിച്ച മനുഷ്യനെ ഇവിടെ അവിടെ മറിയടക്കിയിട്ട് ആ മനുഷ്യൻ ദ്രവിച്ചില്ലെങ്കിലത്തെ അവസ്ഥ ചിന്തിച്ചു നോക്കി. ഒരു ജീവിനെ നമ്മൾ ഇറച്ചിയായിട്ടാണ് കുഴിച്ചിട്ട് വെക്കുക, കുറെ ദിവസം കഴിഞ്ഞിട്ട് മാന്തി വെക്കുക, മണ്ണായിരിക്കും അവിടെ ഉള്ളത്. ഇതാണ് മണ്ണിന് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന പവർ. നമ്മളാണ് വിളിച്ചു വരുന്നത്. അപ്പൊ പട്ടി വർക്കത്തില്ലാത്ത ആട് വർക്കത്തുള്ളത്. ആ വർക്കത്തിന്റെ അടയാളം എന്താണെന്നറിയോ? അടയാളം കിഴക്ക് വെളുത്താൽ ആട് ഉറങ്ങൂല, കിഴക്ക് വെളുത്താൽ പട്ടി ഉറങ്ങും. ഇതാണ് രണ്ടിന്റെ സ്വഭാവം. നിങ്ങൾ ആടിനെ നോക്കിക്കോ, എവിടെയും നിങ്ങൾ നോക്കിക്കോ, ഫജർ സാദിക്ക് വെളിവായാൽ ഒരൊറ്റ ആട് ഉറങ്ങൂല. നാളെ വേണമെങ്കിൽ ആടുള്ള കാക്കയുടെ വീട്ടില് പോയി നോക്കിക്കോ, സൂബി ബാങ്ക് വിളിക്കുന്ന സമയത്ത് ചെന്ന് നോക്കിക്കോ, എല്ലാ ആടും കണ്ണുറന്നിരിക്കുമായിരിക്കും. കാക്കാട്ടെ പറയണം തലേന്നിട്ടോ, ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ആടിനെ നോക്കാണെന്ന് വന്നിട്ടൊന്ന് പറയണം കേട്ടോ, അല്ലെങ്കിൽ ചുമ്മാ ഇല്ല ആവശ്യമില്ലാത്ത കൊല്ലാപ്പൊക്കെ ഉണ്ടാവും.
എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഇനി ഏതെങ്കിലും ഒരു ആട് ഉറങ്ങണുണ്ടെങ്കിൽ ബാമുസ്ലാർ പറഞ്ഞത് പച്ച കള്ളാണ്, ഈ ആട് കൂർക്കം വലിച്ചുറങ്ങും. അതിനെന്ത് ചെയ്യണമെന്നറിയോ? സുലൈമാൻ കാക്കാനെ വിളിച്ചിട്ട് പറയണം, കാക്ക നിങ്ങളുടെ ഒരാടിന് എന്തോ അസുഖമുണ്ട്, ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. സൂക്കേടുള്ള ആടാണ് ഉറങ്ങുന്നത്. ഒറ്റ ആടുകളും സുബഹിയുടെ ബാങ്ക് കൊടുത്താൽ ഉറങ്ങൂല. പട്ടിയോ നാക്കും നീട്ടി ഇങ്ങനെ നടക്കും, രാവാകെ ഒരു 4:30 ഒക്കെ ആവുമ്പോഴത്തേക്കും പറ്റിയ സ്ഥലം നോക്കിയിട്ട് ചുരുണ്ടൂടി കിടന്നുറങ്ങും. നമ്മുടെയൊക്കെ കുടുംബത്തിലെ പല മക്കളുടെയും അവസ്ഥ ഇതാണ്. മക്കൾ, മരുമക്കൾ, പേരക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ മൊബൈൽ നോക്കി കിടക്കും. ഒരു 4 മണിയൊക്കെ ആവുമ്പോഴത്തേക്കും പുതപ്പും പതിച്ചങ്ങോട്ട് മൂടിക്കിടന്നങ്ങോട്ട് ഉറങ്ങും. സുബഹിയുടെ സമയത്ത് ഉറങ്ങുന്ന മക്കളുള്ള കുടുംബം ഈ ദുനിയാവിൽ നിങ്ങൾ തലകീഴായി കിടന്ന് പണിതാലും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല. ഐശ്വര്യം കിട്ടുപോയി, ബർക്കത്ത് നശിച്ചു. ഫിറോനിനെ എന്താ ഇത്രയും വലിയ സ്ഥാനം കൊടുത്തതെന്ന് മൂസാ നബിക്ക് ഒരു സംശയം. അല്ലാഹു തആല പറഞ്ഞ എന്താണെന്നറിയോ? അവനക്ക് 2 ഗുണമുണ്ട്. ഫിറോൻ വലിയ ദുഷ്ടനാ, തമ്മാടിയാ, പക്ഷെ 2 ഗുണം. ഒരു ഗുണം എന്താണ്? കിഴക്ക് വെളുത്താൽ ഫിറോൻ ഉറങ്ങൂല. സുബീകരിക്കാനിരിക്കണല്ല പഹയൻ, പക്ഷെ സുബിയുടെ ടൈമായ മൂപ്പര് ഉറങ്ങൂല, നേരത്തെ എഴുന്നേക്കും. 1 പരിവാര സമേതം മഞ്ചലിൽ സഞ്ചരിക്കുകയാണെങ്കിലും വഴിയോരത്തെങ്ങാനും ഒരു റൊട്ടി കഷ്ണം കണ്ടാൽ പട്ടാളക്കാരെ കൊണ്ട് വണ്ടി നിർത്തിക്കും, ആ റൊട്ടി കഷ്ണം എടുക്കും, തനിക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ കഴിപ്പിക്കാൻ പറ്റിയതുണ്ടെങ്കിൽ കഴിപ്പിക്കും, അല്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റി സൂക്ഷിച്ചു വയ്ക്കും. ഒരു ഭക്ഷണ സാധനവും ഫിറോൻ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. ഇതാണ് 2ാമത്. ഇതാണ് അവർക്ക് ഇത്തരം വലിയ അനുഗ്രഹങ്ങളൊക്കെ ദുനിയാവിൽ ചെയ്യാൻ കാരണം. ഇത് 2ഉം എന്ന് നമ്മുടെ കുടുംബത്തിലില്ല. എടുത്ത് പരിശോധിച്ചു നോക്കിയോ? സുബഹി ബാങ്ക് വിളിച്ചാൽ എഴുന്നേക്കണ മക്കൾ എത്രയുണ്ട്, മരുമക്കൾ എത്രയുണ്ട്, പേരക്കുഞ്ഞുങ്ങൾ എത്രയുണ്ട്? ഭക്ഷണം കളയാത്ത വീട് ഏതാ ഉള്ളത്? നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഏത് വീട്ടിലും ചെന്ന് നോക്കിയോ വേസ്റ്റിനകത്ത് ഇഷ്ടം പോലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളും അതോടുകൂടി കിട്ടും. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ കാരണന്മാര്, തള്ളമാര് കുഞ്ഞുങ്ങൾക്ക് ഈ കുറുക്ക് കൊടുക്കും. കുറുക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, ഈ പിന്നെ പുല്ലും കുറുമ്പുല്ലും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പൊടിച്ച് ശരിയാക്കി ഇങ്ങനെ ലായനി പാകത്തിനാക്കും. എന്നിട്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കിടത്തിയിട്ട് തോണ്ടി 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 കോരി കൊടുക്കും. പണ്ട് അങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെ കൊടുക്കുമ്പോ ഇത് ആകെ കഴിക്കൂല ചില കുഞ്ഞുങ്ങൾ. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്റെയൊക്കെ കുടുംബത്തിൽ. ആ കഴിച്ചതിന്റെ ബാക്കിയുള്ളത് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് ഈ തള്ള, ഈ സ്ത്രീ, ചെറുപ്പക്കാരി ആവട്ടെ വയസ്സത്തി ആവട്ടെ, ഇങ്ങനെ വടിച്ചെടുത്തിട്ട് അതിങ്ങനെ നക്കിത്തില്ല. ഇന്ന് കുഞ്ഞ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കുന്ന ഒരൊറ്റ പെണ്ണ് നിങ്ങളുടെ ഈ കാസർഗോഡുണ്ടെന്ന് കാണിച്ചല്ലോ. കളയലേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് ചെന്ന് നോക്കിയോ, നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നോക്കിയോ, വേസ്റ്റിന്റെ ഭാഗത്തൊക്കെ അതിനകത്ത് റൊട്ടിയോ ചോറോ അല്ലെങ്കിൽ കറിയോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ രക്ഷപ്പെടൂല. രക്ഷപ്പെടൂല. ബർക്കത്ത് നഷ്ടപ്പെട്ട ജീവിതമാ മുന്നോട്ട് വിടും. അപ്പൊ പോട്ടെ, ഞാൻ പറഞ്ഞു എന്താണ്? ദുനിയാവിൽ നിന്ന് ബർക്കത്തില്ലാണ്ടായി. 2ാമത്തേത് സൃഷ്ടികൾക്ക് പരസ്പരം ഒന്നും ഒരു ഷഫഖത്ത്, ഒരു കരുണ, ഒരു അനുകമ്പ ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയല്ലേ? തല്ലി 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 ചാവുന്നോളത്തോളം തല്ലു. സ്വന്തം പാപ്പാനെ ഉമ്മാനെ ഒക്കെ കുത്തി വീഴിക്കുകയാണ് ദുനിയാവില്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് റഹ്മത്തും പോകും, ഷഫഖത്തും പോകും. ഇതാണ് 2ഉം 3ഉം. 2ഉം ഇല്ല. കുഞ്ഞിനോട് ദയയില്ല മാതാവിന്. സ്വന്തം ഉമ്മ കുഞ്ഞിനെ കൊല്ലണാട്ടില്ല. നമ്മളെ എത്രയൊക്കെ കണ്ടോണ്ടിരിക്കുന്നു. വിധികർത്താക്കളിൽ നീതി ഉണ്ടാവില്ല. എല്ലായിടത്തിലും പോണോ നീതി? പിന്നെ ഈ കാര്യം അന്വേഷിക്കാൻ ഒരു പള്ളി കമ്മിറ്റിയുടെ അടുക്കലേക്ക് ഒരു പരാതി വരികയാണ്. പരാതിക്കാരൻ പണം ഉള്ളവനും പ്രതി പണം ഇല്ലാത്ത ആളുമാണെങ്കിൽ പണം ഉള്ളവനക്ക് അനുകൂലമായിട്ട് വിധി. ഇതാണ് നീതി ഇല്ലാത്തൊരവസ്ഥ. പെണ്ണുങ്ങൾക്ക് നാണം ഉണ്ടാവില്ല. ഇന്ന് തുണി ഉടുക്കാൻ പറഞ്ഞാലാണ് ഇടങ്ങേറ്, തുണി അഴിച്ചളയാൻ പറഞ്ഞാൽ സന്തോഷമാണ്. ശരിയല്ലേ? സ്ത്രീകൾ നഗ്നത വെളിവാക്കുക എന്നുള്ളത് അവർക്ക് നാണം ഇല്ലാത്തൊരവസ്ഥയായിട്ട് മാറി.
അർഫഉൽ വറഅ വസ്സുഹദ മിനൽ ഉലമാഇ, പണ്ഡിതന്മാരിൽ നിന്നും വറഉം സുഹദും ഉണ്ടാവില്ല. നീലം മുക്കാത്ത ഉസ്താദിനെ എനിക്കറിയാം, നീലം മുക്കൂല. എന്താ? അത് ഫത്ഹുൽ മുഈൻ പറയുന്നുണ്ട്, കറാഹത്താണ്, സൂക്ഷ്മത, ജീവിതത്തിന്റെ സൂക്ഷ്മത. ഹോട്ടലിൽ കയറിയിട്ട് ഉപ്പുമാവ് മേടിക്കാൻ, ഈ ഉപ്പുമാവിന്റെ റവ നിങ്ങൾ എവിടെന്നാ? സർക്കാരിൽ നിന്നും സബ്സിഡി ആയിട്ട് എടുക്കുന്നതാണോ? എന്റെ പൊന്നു ഉസ്താദ്, അങ്ങനെയൊന്നും അല്ല, ഞാൻ ഈ പലചരക്കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. എന്നാൽ ഞങ്ങൾക്ക് രണ്ടാക്കും ഓരോ പ്ലേറ്റും ഉണ്ടാ. സർക്കാരിന്റെ സബ്സിഡിയുമായിട്ട് കിട്ടുന്ന ഗോതമ്പാണെങ്കിൽ അതിനകത്ത് പലിശ കയറൂന്ന്, അതുകൊണ്ട് വേണ്ട. ജീവിതത്തിന്റെ സൂക്ഷ്മത. ഈ നിന്ന് വലിയ വർത്താനം പറഞ്ഞ വാമശിലാരെ നിങ്ങൾ വീട്ടിലേക്കൊന്നും വിളിച്ചുകൊണ്ടോ? ഇതെന്തെന്നാടാവോ ഈ കൊണ്ടുവന്ന് വെച്ചേക്കണത്? ഇത് പിന്നെ പത്തലും ഇറച്ചിയ ഉസ്താദ്, ഇത് നല്ല മട്ടനാണ്. അതങ്ങോട്ട് കയറ്റാവുന്നിടത്തോളം ഇവിടം വരെ കയറ്റുമ്പോ ഒരു സൗണ്ട് ഇടും. സുലൈമാനെ, ഇനി ഇതങ്ങോട്ട് മാറ്റാം. സിംല ആപ്പിൾ അടിച്ചത് നല്ല നൈസായിട്ട് നിങ്ങൾക്ക് ഉണ്ടാ. എന്തിനാ? ഈ മട്ടന്റെ ഇടയക്കൂടെ ഇറങ്ങിപ്പോയി. ഇതെല്ലാം ഇറക്കണതായ വാമശിലാര് ഇയാൾക്ക് എന്താ ജോലി എന്ന് ചോദിക്കൂല. കാരണം എന്താ? ഇയാൾക്ക് ജോലി എന്താണ്? ഇയാൾക്ക് പലിശക്ക് കൊടുക്കലാണ്. ഈ വാമശിലാര് പള്ളിയിലേക്ക് കയറാൻ നേരത്ത് പള്ളി കമ്മിറ്റിക്കാർ അവിടെ കല്ലിട്ടിട്ടുണ്ട് ഹൗദിന്റെ അടുത്ത്. ആ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. എന്തിനാ? കാലിന്റെ അടിയിൽ മണ്ണുണ്ടോന്ന് സൂക്ഷ്മത. പള്ളി കയറാൻ പലിശ അകത്തേക്ക് തൊണ്ട വരെയും പലിശയിട്ടേക്കണം, അവിടെ സൂക്ഷ്മതയില്ല. എന്റെ ഉമാനികളെ, ഈ ഒരു നിലവാരത്തിലേക്ക് തരം താഴ്ന്നു പോവുക മനുഷ്യന്മാർ. സമ്പന്നന്മാർക്ക് ദീനീ കാര്യത്തിന് കൊടുക്കുന്നതിന് താല്പര്യമില്ല. നമ്മൾ നേരെ കണ്ടോണ്ടിരിക്കുകയാണ്. കൈ നീട്ടാൻ വന്നവർക്ക് ക്ഷമയില്ല. ശരിയാണോ? കൈ നീട്ടാൻ വന്നവൻ പറയാണ്, മോളെ കെട്ടിക്കാൻ വന്നതാ, ഒന്നുമില്ല, ഒരു നിവൃത്തിയില്ല, 25 പവൻ കൊടുക്കണോന്നാ പറഞ്ഞേക്കണേ, 10 ലക്ഷം രൂപയും. ഈ പൊട്ടൻ ഒന്നുമില്ലാന്ന് ഇത്ര കൊടുക്കാന്ന് പറഞ്ഞേക്കോൺ. ഈ പാവപ്പെട്ട ആചാര്യ പരത്തേക്കത്ത് വിട്ടിട്ട് 500 രൂപ കൊണ്ടു കൊടുക്കുമ്പോ ഇതെന്തോട്ട് 500 തൊല്ലിയ. ഇതാണ് ക്ഷമകേട്. കൈ നീട്ടാൻ വന്നവർക്ക് ക്ഷമയില്ല. അർഫഉൽ ഖുർആൻ, മുസ്ഹഫുകളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും ഖുർആൻ ഉയർന്നു പോകും. അല്ലാഹു അക്ബർ. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാമശിലാർ ഫാത്തിഹ ഓതുമ്പോ കിട്ടൂല. മുസ്ഹഫ് തുറന്നു നോക്കുമ്പോ അക്ഷരം കാണൂല. അതൊന്നും എത്തിയിട്ടില്ല. അർഫഉൽ ഈമാൻ, ഉയർന്നിട്ടില്ല. ഉയർന്നിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞത്തൊന്നും ഇത്രയും മനുഷ്യന്മാരിരിക്കൂല. ഈമാൻ ഹൃദയങ്ങളിൽ നിന്നും പോയി പോകുന്നതാണ്. പോട്ടെ പോട്ടെ ബഹുമാനികളെ, ഇങ്ങനെ പല സംസാരങ്ങളും തമ്മിലുണ്ടായിട്ടുണ്ട്. ഈ സമുദായത്തിന് വേണ്ടി മുൻകൂറായിട്ട് പല ജാമ്യവും നബിത്തങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ജിബ്രീലുമായുള്ള സംസാരമെല്ലാം കഴിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ ഇതാ കയറി വരുന്നു മുഖറബായ മലക്കുൽ മൗത്ത് അസ്റായീൽ. പൊന്നാർ നബിത്തങ്ങൾ ഇതാ കുടുകുടാൻ വേർക്കുകയാണ്, കണ്ണുനീര് ഒഴുകുകയാണ്, മൂക്കിന്റെ ദ്വാരം വിടർന്നു വരികയാണ്. ശുഭലക്ഷണങ്ങൾ നബിയിനാ റസൂലുള്ളാഹി. ഉമ്മ മരിച്ചു കഴിയുമ്പോഴേ നെറ്റത്ത് ഇങ്ങനെ ഒന്ന് തൂത്തു നോക്കണം വിരലും കൊണ്ട്. വിരലേല് വിയർപ്പിന്റെ അംശം കാണുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചു, അൽഹംദുലില്ലാഹ്, എന്റെ പൊന്നുമ്മ അള്ളാന്റെ പൊരുത്തത്തിൽ മരണപ്പെട്ടു റബ്ബേ. നല്ല ലക്ഷണം. വാപ്പ മരണപ്പെട്ടു, ഇതാ കണ്ണിന്റെ ഈ ഭാഗത്തോട് കണ്ണുനീര് ഒഴുകിയതിന്റെ അടയാളം. ഒരിക്കലും വിഷമിക്കണ്ട, ഉപ്പ സ്വർഗം കണ്ട് മൗത്തായിരിക്കുകയാണ്. ചുണ്ടയിലേക്ക് എത്രമാത്രം വെള്ളം തൂത്താലും വീണ്ടും വീണ്ടും ചുണ്ട് ഉണങ്ങി വരികയാണ്. ശുഭലക്ഷണം. കറകറ ശബ്ദം കേൾക്കുക, ശരീരത്തിന് മണ്ണിന്റെ രാശി വരിക, ചുണ്ടിന് ചുവപ്പുണ്ടാവുക, ഇതെല്ലാം ദുർലക്ഷണങ്ങൾ. പടച്ചവനെ, അന്ത്യശ്വാസം വലിക്കുമ്പോൾ അകത്തേക്ക് ശ്വാസം കയറുന്നില്ല, ഖറ ഖറ, പുറത്തേക്ക് ശ്വാസം പോകുന്നില്ല, ഖറ ഖറ. അല്ലാഹുവേ, ആ ഒരു ശബ്ദം അവസാന സമയത്ത് ഞങ്ങളെ കാണാൻ വരുന്നവർക്ക് കേൾക്കാൻ ഇടവരുത്തല്ലേ അല്ലാഹ്. ഇനി അങ്ങനെ ഒരു അടയാളം എവിടെയെങ്കിലും കണ്ടുവന്നിരിക്കട്ടെ. നിങ്ങളൊരു വീട്ടിൽ ചെല്ലുവാൻ അങ്ങനെ കിടന്ന് വലിക്കുകയാണ്, ഖറ 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 എന്ന് ശബ്ദം. ഉടനെ കൂടെ വന്ന ആളുടെ മുഖത്തേക്കൊക്കെ നിസ്കാരമുള്ള ആളല്ലേ, നോമ്പൊക്കെ പിടിച്ച ആളല്ലേ, എന്നിട്ട് ഇപ്പൊ എന്താ ഈ കേൾക്കണത്? ഖറ ഖറാന്ന് കാള വലിക്കുന്നത് പോലെ. പറയല്ലേ മോനെ, പറയല്ലേ മോളെ, പിന്നെ എന്താ വേണ്ടത്? ഇങ്ങനെ ഒരു ശബ്ദം മരിക്കാൻ പോകുന്ന ആളിന് കേട്ടാൽ ആത്മാർത്ഥമായി ദുആ ചെയ്യ, പടച്ചവനെ
അടുത്ത നിമിഷം ഞാൻ മരിക്കുമ്പോൾ എങ്ങനെ ശബ്ദമാണ് വരിക എന്ന് അറിയില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, എന്റെ ഒരു സഹോദരനാണല്ലോ സഹോദരിയാണല്ലോ കിടക്കുന്നത് റബ്ബേ. പടച്ചവനെ, മൗത്ത് എളുപ്പമാക്കി കൊടുക്ക റബ്ബേ. എന്തോ ഒരു മോശപ്പെട്ട ലക്ഷണമാണ് കാണുന്നത് തമ്പുരാനെ. എനിക്കിത് വരാൻ പോവാണെന്ന് എങ്ങനെ അറിഞ്ഞു? നമ്മളൊരാളെ ആക്ഷേപിച്ചാൽ ഈ ആക്ഷേപിക്കപ്പെടുന്ന കാര്യം നമുക്ക് വരാതെ അല്ലാഹ് മൗത്താക്കൂലാന്നാ നബീന റസൂലുള്ളാഹി. നമ്മൾ ഒരാളെ അതുകൊണ്ട് കളിയാക്കാൻ നിൽക്കരുത്, ബഹുമാനികളെ, ആക്ഷേപിക്കാൻ നിൽക്കരുത്. വളരെ അപകടം. അപ്പൊ തങ്ങൾക്ക് ഇതാ നല്ല ലക്ഷണങ്ങള്. അങ്ങനെ ഇതാ ഫലമ്മാ ബലഗത് ഇലാ റുക്ബത്തൈ അഷ്റഫുൽ ഖൽഖ് ഇതാ കാലിലേക്ക് വെച്ച് പിരിക്കുകയാണ്. തഫത്തിസ്സാഖു ബിസ്സാഖ്. വേദന. കോഴിനെ കണ്ടോ? കോഴിനെ അർത്ഥണ്ടോ? ഒരു കാലിലേക്ക്. ആടിനെ അർത്ഥം കണ്ടോ? ഒരു കാലിലേക്ക് ഇങ്ങനെ പിരിക്കുകയാണ്. എന്റെ ഉപ്പ എറണാകുളത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലില് ഐസിയുവിൽ കിടന്നാ മരിച്ചത്. അല്ലാഹു തആല നമുക്ക് ആർക്കും ഐസിയുവിൽ കയറി മരിക്കാൻ അല്ലാഹു വിധി തരാതെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞാൻ എവിടെ എന്റെ വാപ്പാക്കൊണ്ടായ അനുഭവം കൊണ്ടിട്ട് ഞാൻ പറയാറുണ്ട്, എന്തെല്ലാം വിഷമം വന്നാലും 90% ഐസിയു തട്ടിപ്പാണ്. ഒരു 10% നീതിയോടെ ചെയ്യുന്നതുള്ളൂ. ഐസിയുയിലേക്ക് കയറ്റി കഴിഞ്ഞാൽ കശാപ്പ് ശാലയിൽ കാളേനെ ഇറക്കുന്നോടെയാണ്. കശാപ്പ് ശാലയിൽ ഇറക്കുന്ന കാള കയ്യും കാലും ഇട്ട് അടിക്കൂല. കശാപ്പ് ശാലയിൽ ഇറക്കുന്ന ആട് കയ്യും കാലും അടിക്കൂല. എന്താ? അതിനെ അറുത്തിട്ട് അതിന്റെ പെരടി ഇങ്ങനെ ഒടിക്കും. കയ്യും കാലും കൂട്ടി കെട്ടിയിട്ടുണ്ടാവും, കെട്ടഴിക്കില്ല. കാരണം അവിടെ പിടയ്ക്കാനും നിൽക്കാനും അവിടെയൊക്കെ നിറച്ച് ചോരയൊക്കെ തെറിക്കും. അതുകൊണ്ട് തന്നെ ഐസിയുയിലേക്ക് കയറി കഴിഞ്ഞാൽ കാല് ബന്ധിക്കുന്നു, കൈ ബന്ധിക്കുന്നു, വായു ബന്ധിക്കുന്നു, എല്ലാം ബന്ധിക്കുകയാണ്. അല്ലാഹു തആല കയറി കിടക്കാൻ പടച്ചവനെ ഞങ്ങൾക്ക് ആർക്കും വിധി തരല്ലേ തമ്പുരാനെ. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാണ്, ഉപ്പാനെ അങ്ങനെ കിടത്തേണ്ടി വന്നാൽ പരമാവധി നിങ്ങൾ പിടിക്കണം. ഇവിടെ കിടന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഐസിയുയിൽ കയറിയാൽ മരിക്കൂലെങ്കിൽ ഓക്കെ. ഐസിയുയിൽ കയറി കഴിഞ്ഞാൽ ഈ ആള് മരിക്കൂല, അല്ല കയറ്റി. ഇത് പല സ്ഥലത്തും പരമാവധി സാമ്പത്തികം പിഴിഞ്ഞെടുത്തിട്ട് ജനാസയാണ് ഇങ്ങോട്ട് തരുന്നതേ. അപ്പൊ എന്റെ ഉപ്പാട് ഞാൻ ഇടിച്ചു കയറി എന്നിട്ട് ഇടിച്ചു കയറുമ്പോൾ ബഹുമാനികളെ നല്ല സമയമാണ്. കൈ കാലും ഒക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് അടിക്കാൻ പറ്റുമോ? ഞാൻ അവരെ കൊണ്ട് വല്ലാണ്ട് ചൂടായി ദേഷ്യപ്പെട്ടു. എനിക്ക് ഓതാവുന്ന എല്ലാം ഞാൻ അവിടെ നോതി. അങ്ങനെ അവരിങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മൂടിയിട്ടിരിക്കുന്ന തുണി മാറ്റി നോക്കുമ്പോ എന്റെ വാപ്പാടെ വലത്തേക്കാല് ഇടത്തേക്കാലിന്റെ മോളിൽ കയറിയിരിക്കുകയാണ്. ഞാൻ ആ കാലെടുത്ത് താഴത്തേക്ക് വെച്ചപ്പോൾ ഈ മോളിലേക്ക് വെച്ച കാലിന്റെ രോമം മറ്റേ കാലയിൽ പതിഞ്ഞേക്കുന്നതിന്റെ രോമത്തിന്റെ അടയാളം. ആ ഞെക്കലിന്റെ ശക്തി എത്രയായിരുന്നു നിങ്ങൾ ചിന്തിച്ചോ. ഈ കയ്യേലേക്ക് വെച്ച് ഇങ്ങനെ ഞെക്കുമ്പോൾ ഈ കയ്യേലെ രോമത്തിന്റെ അടയാളം ഈ കയ്യേല് വരണമെങ്കിൽ ഞെക്കൽ എത്ര ശക്തമായിരിക്കണം ബഹുമാനികളെ. ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ തരുന്ന വ്യാഖ്യാനം കാലിനോട് കൂട്ടിപ്പിരിക്കുക. ദുനിയാവാഹുള്ള പിരിക്കലിന് വേറെ തഫ്സീർ അങ്ങനെയാണ്. ഇത് ശരിക്കും ഇവിടെ നടക്കുന്ന ഒരു സംഭവം. കാലിനോട് കൂട്ടിപ്പിരിക്കുകയാണ് ബഹുമാനികളെ. അങ്ങനെ സക്കറാത്തിന്റെ വേദന പെരുപെരുന്നിട്ട് തങ്ങൾ അനുഭവിക്കുകയാണ്. മുട്ടിലേക്ക് റൂഹുമ്പോൾ തങ്ങളുടെ ചുണ്ടനങ്ങുകയാണ്. അലിയാര് തങ്ങൾ ആ ചുണ്ടിലേക്ക് ചെവി വെക്കുമ്പോൾ ആ ചുണ്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അന്ന മറദ്ദന ഇലല്ലാഹ്. പടച്ചവനെ, എന്റെ മടക്കം നിന്നിലേക്കാണ് തമ്പുരാനെ. ഓരോ വാക്കുകൾ ഇങ്ങനെ വരിക. മുട്ടിന്റെ ഭാഗത്തേക്ക് എത്തപ്പോ മുട്ട് ഒരു താഴത്തേക്ക് മരിച്ചു, പിന്നെ അനക്കമില്ല. പൊക്കിളിന്റെ ഭാഗത്തേക്ക് ആത്മാവെത്തി. രണ്ട് കാലിന്റെ ചലനം നിന്നു. അപ്പോൾ ചുണ്ടനങ്ങുകയാണ്. അലിയാര് തങ്ങൾ ആ ചെവി ചുണ്ടിന്റെ ഭാഗത്തെ വെക്കുമ്പോൾ മഴല്ലദീന അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ തമ്പുരാനെ. ഉറങ്ങാത്തവര് ശ്രദ്ധിച്ചു. ചിരിപ്പിക്കാനും തമാശക്കുള്ള വാഴൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പറയാറില്ല. ഈ ആളുകൾ ഇങ്ങനെ പറഞ്ഞു പരത്തണതാണ്. ആളുകൾ ഇങ്ങനെ പരത്തണതാണ്. വാമശികാര് ചിരിപ്പിച്ചോണ്ടാ പറയണേ, കളിപ്പിച്ചോണ്ടാ പറയണെന്ന്. പിന്നെ ഈ പിടിക്കണ ആൾക്കാരുണ്ട്. ഞാൻ എങ്ങൊരു സ്ഥലത്തും പിടിക്കാറുമില്ല, ഞാൻ വിടാറുമില്ല. എനിക്ക് അതൊക്കെ പദ്ധതിയില്ല. പല സ്ഥലത്തും ഇങ്ങനെ പലരും വന്ന് പിടിച്ചോണ്ട് പോകും. ആ പിടിക്കണവർ അവരുടെ വകള് ചെലവാൻ വേണ്ടി ബാബാമുശിലാര് പൊട്ടിച്ചിരിപ്പിച്ച് കൈ കെട്ടിപ്പിച്ച് കാല് കെട്ടിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് എഡിങ് കൊടുക്കും. ഇത് നമ്മളിതായിട്ടൊരു ബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ബഹുമാനികളെ, ഇത് ചിരിക്കാനുള്ള വകളല്ല. ഇത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് തരികയാണ്. ഇത് മരുന്നിന്റെ മാസമാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. മരുന്നിന്റെ മാസമാണ്.
പൊക്കിളിലേക്ക് ആത്മാവെത്തി എന്ന് പറഞ്ഞാൽ അരയ്ക്ക് കീഴ്പോട്ട് മൗത്തായി അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. ആ തിരുനാവിൽ നിന്ന് വന്ന വർത്താനം നിങ്ങൾ ശ്രദ്ധിച്ചോ? പടച്ചവനെ, നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ അല്ലാഹ്. ലോക അനുഗ്രഹിയല്ലേ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. ആ പൊന്നാര തങ്ങളെ കടന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത്, പടച്ചവനെ നീ അനുഗ്രഹിച്ച നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ തമ്പുരാനെ. നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും മകളെ? ചുമ്മാ ഒന്ന് ചിന്തിക്കുക. നമ്മൾ എന്തായിരിക്കും കിടന്ന് പറയാ? നമ്മളെന്ത് പറയാനാ വാവുശിനിയാരെ? നബിത്തങ്ങളുടെ അവിടെ പുറത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും അസ്രായിൽ സലാം ചെല്ലിപ്പോ ആരാന്ന് നബിത്തങ്ങൾ ചോദിച്ചു. എന്നിട്ട് മോക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇന്ന സ്വഭാവമുള്ള കക്ഷിയെ വന്നേന്നൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മുടെയൊക്കെ വീടിന്റെ ഗേറ്റിങ് വന്നിട്ട് ഗേറ്റിന്റെ ഓടാമ്പൽ ഇങ്ങനെ അനക്കും. അങ്ങനെ അനക്കുമ്പോ നമ്മള് മോളോടിക്കും, മോളെ ആരാടിയാ ഗേറ്റ് അനക്കിയത്? ചെന്ന് നോക്കി, ആരാ ഗേറ്റിങ് ഇപ്പൊ ഒരു പഠിപ്പിക്കൽ പഠിപ്പിച്ചത്? അത് ഞാനാ എന്റെ വാപ്പാനെ പിടിക്കാൻ വന്ന മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം. വാപ്പാ, ഓ അസ്രായിലാന്നാ പറയണ വാപ്പാനെ പിടിക്കാൻ വന്നത്. ഇപ്പൊ സമയമില്ല, കുറെ തിരക്കുണ്ട്, വിളിക്കാൻ പിന്നെ വരാൻ പറ, പൊക്കോളാം. ആ ഗേറ്റിങ് അസ്രായിൽ അങ്ങ് മടങ്ങി പൊക്കോളും കേട്ടോ. നമുക്ക് ഈ പണിയൊന്നും ഉണ്ടാവില്ല. ഇന്നൽ ഹബീബ മിനൽ അഹ്ബാബി മുഖ്തലസുൻ ലാ യംനഉൽ മൗതബ വബൻ വലാ ഹറസു. ഏത് കൂട്ടുകാരുടെ ഉള്ളിൽ കയറിയിരുന്നാലും ചുറ്റും കൂട്ടുകാരാണ്. എല്ലാ സംരക്ഷണ സേനയുടെയും നടുക്കാനിരിക്കുന്നത് അങ്ങനെ ഇരുന്നാലും ഏതെല്ലാം വിധത്തിലുള്ള ഗേറ്റുകളും ഏതെല്ലാം വിധത്തിലുള്ള തടസ്സങ്ങളും നീ ഉണ്ടാക്കി ഏത് തടവറയുടെ ഉള്ളിൽ നീ കയറിയിരുന്നാലും മലക്കുൽ മൗത്ത് അസ്രായിൽ അതിനെല്ലാം അതിജീവിച്ച് നിന്നെ കീഴ്പ്പെടുത്തുന്നതാണ്. ലാ യംനഉൽ മൗതബ വബൻ വലാ ഹറസൂൻ. ഇതൊന്നും അസ്രായിൽ അലൈഹിസ്സലാമിനെ തടസ്സമല്ല. അങ്ങനെയാണെങ്കിൽ എത്ര എത്ര കേമന്മാരിവിടെ ഉണ്ടാവണമായിരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ഉറങ്ങാത്തൊരു ചിന്തിക്ക്. എത്ര എത്ര ആൾക്കാരോട് ബാക്കിയാവണമായിരുന്നു, ഉണ്ടായില്ലല്ലോ. അപ്പൊ പൊന്നാർ നബി തങ്ങൾ പറഞ്ഞ വാക്കിതാണ്, മഅല്ലദീന അന്നമല്ലാഹ് ഫലമ്മാ ബലഗതിലാഹുൽ ഖൂം. ഇങ്ങോട്ടെത്തി, തൊണ്ടയിലേക്ക് ആത്മാവെത്തി, നെഞ്ചിന്റെ താഴത്തേക്ക് പൊന്നാർ നബി തങ്ങൾക്ക് ചലനം നിന്നു. അപ്പോഴിതാ ചുണ്ടനങ്ങാണ്, യാ ഉമ്മത്തി ഇന്നലിൽ മൗതി ലസക്കറാത് ഊസികും ബിസ്സലാഹ്. ഉമ്മത്തെ, മരിക്കാനുള്ള വേദന ഭയാനകമാണ്. ഓരോ ജോയിന്റും ഞാൻ ചോദിക്കട്ടെ, ഈ കൈ ഇങ്ങനെ വീണിപ്പോ ഒന്ന് കുത്തി, ഭയങ്കര വേദന, ഇവിടെ നീരായി. ഡോക്ടറെ കാണിച്ചു, പറഞ്ഞു ഈ ജോയിന്റിന് ഇളക്കം പറ്റി, അതുകൊണ്ട് ഇവിടെ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒരു 1.5 മാസം കെട്ടിയിരിക്കണം. ഒരു ജോയിന്റിന്റെ അവിടെ ഒരു ഇളക്കം പറ്റിയിട്ടാണ് ഈ സംഭവിച്ചേക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ എല്ലാ ജോയിന്റുകളുടെയും ബന്ധം വിടുന്ന വേദനയാണ് സക്രാത്ത്. നിങ്ങൾ ചിന്തിച്ചു നോക്കും. ആരും പേടിക്കാൻ വേണ്ടി പറയല്ല, ഇത് നമുക്കാർക്കും ബാധകമുള്ള കേസല്ല ഞാനീ പറയുന്നത്. ഇതിവിടെ മരിക്കാൻ വേണ്ടി കുറെ പടപ്പുകൾ വന്നു, അവര് മരിച്ചപ്പോ ഉണ്ടായ അവസ്ഥ പറയണതാണ് കേട്ടോ. ഓരോ ജോയിന്റുകളും തമ്മിലുള്ള ബന്ധം വിടുക, അതാണ് ഈ മരിച്ചു കഴിയുമ്പോ ആദ്യമായിട്ട് ഈ പണി ചെയ്യാൻ പറഞ്ഞത്. എല്ലാം ഇങ്ങനെ അഴക്കണം. എന്താ? ഈ ബന്ധം വിട്ടുകൊണ്ടിട്ട് ഇതെല്ലാം കൂടെ പലക പോലെ ഒത്തിരി നേരം കഴിഞ്ഞ, അതാണ് ഇങ്ങനെ അഴക്കാൻ പറഞ്ഞത്. അപ്പൊ വേദന ചിന്തിച്ചു നോക്കി. അതാണ് നബി തങ്ങൾ പറയണത്, ഉമ്മത്തി, എന്റെ സമുദായമേ. അപ്പന്റെ മോളെ എന്നല്ല വിളിക്കണം. ഇതെന്താ നമ്മൾ ശ്രദ്ധിക്കാത്തത്? അഷ്റഫുൽ ഖൽഖ് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മറ്റാരെയല്ല വിളിക്കുന്നത്, എന്റെ ഉമ്മത്തെ. ഇന്നലിൽ മൗതി ലസക്കറാത്. മരണത്തിന് വലിയ വേദനയുണ്ട് ഉമ്മത്തെ, താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഊസികും ബിസ്സലാഹ്. അതുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തിനെ നിലനിർത്തിക്കോ ഉമ്മത്തെ. ഇതാണ് മരുന്ന്. 5 നേരത്തെ ഗുളിക നിങ്ങൾ കൃത്യമായിട്ട് കഴിച്ചോ പടപ്പുകളെ, മരണത്തിന് താങ്ങാൻ പറ്റാത്ത വേദനയുണ്ട് എന്ന് ലോകത്തിന്റെ ഡോക്ടർ അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. ഇതാണ് സക്കറാത്തിന്റെ മരുന്ന്. എട മുസ്ലിയാരെ, ഞങ്ങളെല്ലാം ഇങ്ങനെ ആലോചിപ്പിച്ച് ചിന്തിപ്പിച്ച് ഇങ്ങനെ മുൾമനയിൽ ഇങ്ങനെ നിങ്ങൾ നീ നിർത്തിയേക്കോണ്. സക്രാത്തിന്റെ മരുന്ന് എന്താന്ന് വെച്ചാൽ എന്നാ പിന്നെ അതേതായാലും കഴിച്ചേക്കാം,
കാശത്ര മുടക്കാനും വേണ്ടില്ല, മേടിച്ചേക്കാന്നൊക്കെ ഒരു തീരുമാനം എടുത്തപ്പോ നീ പറഞ്ഞേക്കണത് എന്നിട്ടാ 5 നേരം നിസ്കരിക്ക്. എന്നാലാണ് മുസ്ലിയാരെ ഞങ്ങൾ എല്ലാവരും ഇന്ന് മുതൽ കൃത്യമായിട്ട് അങ്ങോട്ട് നിസ്കരിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് കൈകൊട്ടിപ്പാട്ട് പാടിക്കൊണ്ട് മരിക്കാവോ? പറ്റൂല. അപ്പൊ പിന്നെ മുസ്ലിയാർ അങ്കമാലിന്ന് വല്ല ഗുളികയും മാറി കഴിച്ചോണ്ടാണോ ഇങ്ങോട്ട് വന്നേക്കണത്? അല്ല. പിന്നെ എന്താ ഇയാള് പറയണത്? സക്രാത്തിന്റെ വേദനയ്ക്കുള്ള മരുന്ന് നിസ്കാരം. അതെ, അത് 5 നേരമായിട്ട് കഴിക്കണം. അതെ, എന്നാ ഞങ്ങൾ 5 നേരം കഴിക്കാം. മരിക്കുമ്പോ പൊട്ടിച്ചിരിച്ചോണ്ട് മരിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെ നിങ്ങൾ എന്താ പറയണത്? മരണത്തിന്റെ വേദനയ്ക്കുള്ള മരുന്നാ നിങ്ങൾ തന്നെങ്കിൽ ഞങ്ങൾ കഴിക്കാൻ തയ്യാറാ. വേദന ഇല്ലാണ്ട് മരിക്കണമല്ലോ. വേദന അനുഭവിച്ചേ മരിക്കൂ. അപ്പൊ പിന്നെ മരുന്ന് കഴിക്കണേതിനാ? ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുക. നിന്റെ ഭാര്യ ഗർഭിണിയെ, നീ ഉടനെ സൈക്കോളജിസ്റ്റിനെ അന്വേഷിക്കുക. അങ്ങനെ ചോദിച്ചപ്പോ അന്വേഷിച്ചപ്പോ പറഞ്ഞു ഇവിടെ ഒരു ഹോസ്പിറ്റലില് ഒരു ഡോക്ടറുണ്ട്, നല്ല മിടുക്കിയായ ഡോക്ടറാന്ന് അറിഞ്ഞു. ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വണ്ടി എടുത്തപ്പോ കൂട്ടുകാരൻ അങ്ങനെ കൈവക്കി. അപ്പൊ നിർത്തി. എങ്ങോട്ടാ പോണേ രണ്ടാളും? ഒന്ന് ഹോസ്പിറ്റലിൽ പോണേ. എന്തേ കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കുന്നുണ്ടാ, പുള്ളിക്കാരത്തിയുടെ വയറ് ഇങ്ങനെ നിറഞ്ഞു വന്നു എന്നുള്ള കേസ്. ശരി. അപ്പൊ ആരെ കാണാൻ പോണു? അത് ഇന്ന ഡോക്ടർ. പോകണ്ട, നമ്മുടെ മമ്മാലിയുടെ മോളെ കൊന്നത് അവളാ. അബ്ബോ, മറ്റേ സൈതാലിയുടെ മോക്കടെ കൊച്ചിനെ കൊന്നത് അവളാണ്. അബ്ബോ, എന്നാ പിന്നെ പോകാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇത്തിരി ദൂരം പോയാലും വേണ്ടില്ല, ഇന്ന സ്ഥലത്തൊരു ഡോക്ടർ ഉണ്ട്, അപ്പൊ ഇവിടുന്ന് 10 കിലോമീറ്റർ പോണം. മിടുമിടിക്കുകയാണ്. അവളെ കണ്ടാൽ തന്നെ പെൺപിള്ളേർക്ക് എല്ലാ വിഷവും മാറും. അങ്ങനത്തെ ഡോക്ടറാണ്. ഒരു 10-55 വയസ്സ് പ്രായമുണ്ട്. എന്താടി വേണ്ടേ? അപ്പൊ പെണ്ണുമ്പോൾ പറഞ്ഞു കൊല്ലണോക്കടെ അടുത്തേക്ക് ഏതായാലും പോണ്ട. അങ്ങനെ നിങ്ങൾ അവിടെ ചെന്നപ്പോ ഭയങ്കര ക്യൂവിൽ ക്ഷമയോടെ നിന്നു. ഡോക്ടറെ കണ്ടു, ഡോക്ടർ പരിശോധിച്ചു, ഗുളികക്കെഴുതി, മരുന്നിനെഴുതി, ടോണിക്കിനെഴുതി. കൃത്യമായിട്ട് കഴിച്ചോളണം, എന്നിട്ട് ഇനി ഇത്രാം തീയതി ചെല്ലണം. നിങ്ങളുടെ വന്നിട്ട് രാവിലെ പോകാൻ നേരത്തെ പെണ്ണുമ്പിള്ളട്ട് പറഞ്ഞു, ഇപ്പൊ രാവിലത്തെ ഗുളിക കഴിച്ചു, ടോണിക്ക് കഴിച്ചു, മരുന്നും കഴിച്ചു, ഈ 3 നേരം ഉച്ചയ്ക്കും കഴിക്കണോട്ടോ. വൈകുന്നേരം വന്നപ്പോ നീ ഫസ്റ്റിലെ ചോദിക്കണത് ഉച്ചക്കത്തെ മരുന്ന് കഴിച്ചാ, ടോണിക്ക് കഴിച്ചോ, ഗുളിക കഴിച്ചോ? കൃത്യമായിട്ട് കഴിച്ചു. എന്തിനാണ് ഇത് കഴിപ്പിക്കണത് പറ? അതേ മുസ്ലിയാരെ, ഭാര്യ ഗർഭിണിയായ ഭാര്യയ്ക്ക് ഇത് കഴിപ്പിക്കുന്നത്, കുടിപ്പിക്കുന്നത് പ്രസവിക്കുമ്പോ കൈകൊട്ടിപ്പാട്ട് പാടിക്കൊണ്ട് പ്രസവിക്കാനാണ്. ദുനിയാവിലൊരു പെണ്ണ് പ്രസവത്തിന്റെ വേദന അനുഭവിക്കാതെ പ്രസവിക്കുവോ? എന്നാ പിന്നെ ഇവിടെ പിള്ളേരുടെ കളിയാവൂലടങ്ങി. എന്റെ ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ഇതിന് പുറകോട്ട് പറഞ്ഞേ, ഒരു പ്രസവത്തിന് തന്നെ പെണ്ണുമ്പലയുടെ നുളോളി കാണുമ്പോ കെട്ടിയോ തീരുമാനിക്കും, ഇനി വേണ്ട ഈ പൊല്ലാപ്പ്, ഈ നുളോളി കേൾക്കാൻ പറ്റൂല. അങ്ങനെ കുറെയൊക്കെ കഴിയുമ്പോ, അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. കുറെയൊക്കെ കഴിയുമ്പോ അപ്പോഴേ അത് ഒറ്റയ്ക്കിരുന്ന് കളിക്കാണല്ലോ. ഞാനും ആലോചിക്കാനില്ല, പക്ഷെ നിന്റെ ആ നുളോളി ഓർക്കുമ്പോ എനിക്ക് ഒരു വല്ലാത്ത ഇടങ്ങേറ്. അങ്ങനെ വല്ലാണ്ട് ഇടങ്ങേറായിട്ട് രണ്ടാമത്തും അങ്ങനെയാണ്. ഈ 2 or 3 ഒക്കെ ആവുമ്പോ നിന്നുവാണേ. അതാണ് ഞാൻ ചോദിക്കട്ടെ, പ്രസവത്തിന്റെ വേദന അറിയാണ്ട് പ്രസവിക്കുകയാണെങ്കിൽ കൊല്ലം തോറും നമ്മുടെ പെണ്ണുങ്ങൾ പ്രസവിക്കൂലേ? അപ്പൊ എന്താ അതിന് തയ്യാറാവത്തെ? പ്രസവത്തിന്റെ വേദന അനുഭവിക്കാതെ ഒരു പെണ്ണും പ്രസവിക്കൂല. പിന്നെ എന്തിനാണോ മരുന്ന്? എന്തിനാ വിദഗ്ധയായ ഗൈനക്കോളജിസ്റ്റിന്? എന്തിനാ? മുസ്ലിയാരെ, വേദന അനുഭവിക്കാതെ പ്രസവിക്കാതിരിക്കാനല്ല, പിന്നെയോ പ്രസവ സമയത്തുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, പ്രസവാനന്തരം എന്റെ ഭാര്യയും കുഞ്ഞും സുഖമായിട്ടുറങ്ങാൻ. ശ്രദ്ധിച്ചോ? ഉറങ്ങാത്തവർ ശ്രദ്ധിച്ചോ? 2 മറുപടിയാ പറഞ്ഞത്. ഒന്നെന്താ? പ്രസവ സമയത്തുള്ള അപകടത്തിൽ നിന്നും ഒഴിവാകാൻ, പ്രസവാനന്തരം കൊച്ചും തള്ളയും സുഖമായിട്ട് ഉറങ്ങാൻ. ഏതാണ് പ്രസവ സമയത്തുള്ള അപകടം? കുട്ടി തലകീഴായിട്ടാണ് വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെങ്കിൽ ഒന്നുകിൽ കുട്ടി അപകടപ്പെടും, അല്ലെങ്കിൽ തള്ള അപകടപ്പെടും. ഇത് നേരത്തെ മനസ്സിലാക്കാൻ വിദഗ്ധയായ ഡോക്ടർക്ക് കഴിയും. അവരത് മരുന്നും ഇഞ്ചക്ഷനും കൊടുത്ത് ആ കുട്ടിയെ തിരിക്കും. തല കീഴായി കിടക്കുന്ന കുട്ടിയെ തല തിരിച്ചിട്ട് നേരെ പ്രസവത്തിന് എളുപ്പമാക്കി കൊടുക്കും. ചിലത് അങ്ങനെയല്ല, പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവും. ബ്ലീഡിംഗ് ഉണ്ടായാൽ തള്ള നഷ്ടപ്പെടും. ഇത് രണ്ടും സംഭവിക്കാതിരിക്കാൻ കാലേ കൂട്ടി മരുന്ന് കൊടുക്കുകയാണ്, ഗുളിക കൊടുക്കുകയാണ്. എന്തിന്? പ്രസവ സമയത്തുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ.
പ്രസവാനന്തരം കൊച്ചും തള്ളയും സുഖമായിട്ട് ഉറങ്ങാൻ. അതെങ്ങനെ ഉറങ്ങണം? എങ്ങനെയാ? ലേബർ റൂമിന് മുന്നിൽ നിന്ന് വിദഗ്ധയായ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ആ പ്രസവം നടന്നേക്കണമെങ്കിൽ തള്ളേനെ കൊണ്ടുവന്ന് കട്ടിലേക്ക് കിടത്തിയാൽ മിനിറ്റ് കൊണ്ടിട്ട് അവൾ ഉറങ്ങും. നമുക്കൊക്കെ അനുഭവം അല്ലേ? ഭാര്യ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ സന്തോഷമായി. കൊതുക് കടിക്കാത്ത ചെറിയ കൊട്ട മേടിച്ചിരിക്കുക കുഞ്ഞിന് വേണ്ടി. ആ കൊട്ടയ്ക്കുള്ളിൽ കിടന്നുകൊണ്ട് കുഞ്ഞും ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങിയാണ്. ഇത് ഡോക്ടറുടെ കാലേക്കൂട്ടിയുള്ള പരിചരണം കൊണ്ട് കിട്ടിയ ഗുണമാണ്. ഇതാണ് പ്രസവ സമയത്തുള്ള രണ്ട് പ്രശ്നങ്ങൾ. അപകടം ഇല്ലാതിരിക്കാൻ, ശേഷം സുഖമായിട്ട് ഉറങ്ങാൻ. ഇത് തന്നെയാണ് ലോകാനുഗ്രഹി നബിയുനാ റസൂലുള്ളാഹി. മരണത്തിന്റെ വേദന അനുഭവിക്കാതെ ഒരു മനുഷ്യന് മരിക്കാൻ കഴിയില്ല. പക്ഷേ മരണസമയത്തുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മരണാനന്തരം സുഖമായിട്ട് ഉറങ്ങാൻ ഊസിക്കും ബിസ്സലാത്ത്. 5 നേരം ഗുളിക കഴിച്ചോ. ഏതാണ് മരണസമയത്തുള്ള അപകടം? ശ്രദ്ധിച്ചോളണം, പുസ്തകം നിർത്താൻ പോവാ. മരണസമയത്തുള്ള അപകടം ഏതാണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാത്തതിന്റെ പേരിൽ നമ്മുടെ കാർന്നവരെ പുറത്താക്കി. അവിടുന്ന് കാർന്നവരെ അറിയോ? മഗ്‌രിബ് നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ യാസീനോദും ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ശൈത്താനിന്റെ വ്യക്തമായ ശത്രുവാൻ. സുബ്ഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ പടച്ചവനെ കണ്ണു വിളിക്കുകയാണല്ലോ, ഏതായാലും 6:30 ആവുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാം, ഒന്നും കൂടെ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞ് പുതപ്പിട്ടുകൊണ്ട് അടിയിൽക്കൂടെ കൈയിട്ട് മൂപ്പുമായിട്ട് ധാരണയിലാകുന്ന പടപ്പ്, അതാണ് കാർന്നവർ. ആ കാർന്നവർ മനസ്സിലായോ? ശൈത്താൻ. അവൻ അവിടെ വെച്ചൊരു കരാറെടുത്തിട്ടുണ്ട്. ഈ ആദമിന്റെ മക്കളെ സർവ്വെണ്ണത്തിനെ ഞാൻ പഴിപ്പിക്കും. ഈ പഴിപ്പിക്കല് നമ്മളെ തമ്മിൽ ഈബത്ത് പറയിപ്പിക്കലോ അല്ലെങ്കിൽ നിസ്കാരത്തിൽ വിശ്വാസം ഉണ്ടാക്കലോ ഇതൊന്നുമല്ല പ്രാധാന്യം. മരണസമയത്ത് നമ്മളെ ഈമാൻ തെറ്റിക്കും. അതാണ് അപകടം. സക്രാത്തിന്റെ വേദന നമ്മൾ അനുഭവിക്കുകയാണ്. അല്ലാഹുവേ, അകത്തേക്ക് ഒരു ഇത്തിരി നേരം വായു പൂക്കൊന്നും പൊത്തിപ്പിടിച്ചേ. ഇപ്പൊ വേണ്ട, വീട്ടിൽ ചെന്നിട്ട് ആ കട്ടിലേക്ക് കയറി ഇരുന്നിട്ട് അപ്പൊ ഞാനിവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യും. പിന്നെ എന്നെ അന്വേഷിച്ചാൽ കിട്ടൂല. വായു മൂക്കം കൂടെ പൊത്തിപ്പിടിക്കണം. ഒരു കാരണവശാലും എന്തെല്ലാം വിഷമം വന്നാലും വിടൂല എന്നുള്ള ഉറപ്പ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പൊത്തിപ്പിടിക്കാൻ. എന്തു വന്നാലും 2 കൈയും വിടരുത്. ഇന്ന് പിടിച്ചു വയ്ക്കാൻ എന്താ ഉണ്ടാവുന്ന ഇടങ്ങേറ് എങ്ങനെയാണെന്നറിയാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറൊരു പണി പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞു ചെയ്യരുത് കേട്ടോ. ഒരു കല്ലേലൊരു കയറ് ഇട്ടിട്ട് ആ കയറയിൽ നമ്മുടെ അരയിലേക്ക് ആ കയറങ്ങോട്ട് ബന്ധിച്ചിട്ട്, ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ, ആ കല്ലോട് കൂടി ആ വെള്ളത്തിന്റെ അടിയിൽ നമ്മൾ ചാടണം. കുറെ നേരം കഴിയുമ്പോൾ അറിയാം എന്താ ഇടങ്ങേറുന്നുള്ളത്. എന്റെ സഹോദരന്മാരെ അനുഭവിക്കുന്ന വേദന ചെറുതൊന്നുമല്ല. അറിയാണ്ട് മലം പോവുകയാണേ, അതാണ് വേദനയുടെ കടുപ്പം. നമ്മൾ അറിഞ്ഞല്ല, അറിയാതെ മൂത്രം പോവുകയാണ്. കണ്ടിട്ടില്ലേ ആട് അറുത്തിട്ടേക്കണ ആട് വിസർജിക്കണുണ്ടോ, മൂത്രിക്കണുണ്ടോ? ഇങ്ങനെ ഇതങ്ങോട്ട് പോകുമ്പോൾ പടച്ചവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാണ്. അങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോൾ ദേവന്നു വാപ്പ, മോനെ, പൊന്നു മോളെ, വാപ്പ അല്ലെങ്കിൽ ഉമ്മ, പൊന്നു മോളെ, 55 കൊല്ലം മുമ്പ് ഞാൻ മരിച്ചു പോയതല്ലേ, ഇപ്പൊ നിന്നെ അല്ലാഹു തആല നിന്നെ കാണാൻ എനിക്ക് അനുവാദം തന്നു. പൊന്നെ കുഞ്ഞെ, ഞാൻ വന്നത് എന്തിനാന്നറിഞ്ഞോ? നീ വല്ലാത്ത വേദന അനുഭവിക്കുകയാണ്. ഈ വേദനയിൽ നിന്ന് നിനക്കൊന്ന് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടാൻ ഞാനിതാ ഒരു മരുന്ന് പറഞ്ഞു തരാം. ഉസൈർ ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുമോളെ. അല്ലെങ്കിൽ ആകാശത്തിന്റെ താഴെ ഏറ്റവും ഉത്തമമാവുന്ന മതവിശ്വാസം നസാറ വിശ്വാസമാണെന്ന് വിശ്വസിക്കുമോളെ. ഞാൻ മരിക്കാൻ നേരത്തെ അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് എന്റെ മരണത്തിന് എനിക്ക് വളരെ എളുപ്പമുണ്ടായി പൊന്നുമോനെ. ഇങ്ങനെ വാപ്പ പറയുമ്പോൾ, വേറെ ആരും അല്ലല്ലോ പറയണത്, വാപ്പ പറയുമ്പോൾ അല്ലെങ്കിൽ ഉമ്മ പറയുമ്പോൾ ഈ വാക്കിന്റെ അപകടം നമ്മൾ ചിന്തിക്കൂല. കാരണം എന്താണ്? നമ്മൾ അനുഭവിക്കുന്ന വേദന അത്ര ഭയാനകമാണ്. മരുന്ന് ഹലാലോ ഹറാമോ എന്ന ആ സമയത്ത് ചിന്തിക്കൂല. ഏതുപോലെ വയറുവേദനക്കാരൻ പാലക്കാട്ട് പോയി ചാരായത്തിനകത്ത് ഗുളിക കഴിച്ചതുപോലെ. ഓർക്കണ്ട, ഞാൻ ആദ്യം പറഞ്ഞത് മരുന്നിന്റെ ഹലാലും ഹറാമും അല്ല. അപ്പൊ അവിടെ നോക്കണേ. ഈ വാക്ക് പറഞ്ഞാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുശ്രിക്കായി ഈമാനില്ലാതെ ചത്തുപോവുകയാണല്ലോ അല്ല. അതല്ല ഇപ്പൊ ചിന്തിക്കുന്നത്. എന്റെ വേദനയ്ക്കൊരു സമാധാനം വേണം. എന്റെ ഉമ്മായായി പറഞ്ഞു തന്നത്, എന്റെ വാപ്പായ പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഉസൈർ ഇബ്നുല്ലാഹ് പറഞ്ഞ് ഈമാനില്ലാതെ ചത്തുപോകുന്നു.
ഈ മരുന്ന് കഴിച്ചവരുടെ അടുക്കിലേക്ക് വരുന്നത് ആരാന്നറിയോ? കൃത്യമായിട്ട് 5 നേരം മരുന്ന് കഴിച്ചവരുടെ അടുത്തേക്ക് വരുന്ന ആരാന്നറിയോ? അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി. മൻ റആ ഫിൽ മനാമി ഫഖദ് റആനി. അവിടെ നബി തങ്ങളുടെ രൂപത്തിൽ വന്നത് മറ്റത് വാപ്പാടെ രൂപത്തിൽ വന്ന് ശൈത്താനാണ്, ഉമ്മാടെ രൂപത്തിൽ വന്ന് ശൈത്താനാണ്. ഇവിടെ റസൂലുള്ളാഹിയുടെ രൂപത്തിൽ ശൈത്താൻ വരൂല. റസൂലുള്ളാഹി തങ്ങളുടെ പവിത്രമായ രൂപം ശൈത്താനിന് രൂപപ്പെടാൻ സാധ്യമല്ലാന്ന് നബിയുനാ റസൂലുള്ളാഹി. തങ്ങൾ വന്നിട്ടാണ് നമുക്ക് കലിമത്ത് തൗഹീദ് പറഞ്ഞത്. ഇതാണ് മരണസമയത്തുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഊസിക്കും ബിസ്സലാ. 5 നേരത്തെ ഗുളിക കഴിച്ചോ. ഇനി മരണാനന്തരമുള്ള ഉറക്കം ഏതാണ്? ലേബർ റൂമിൽ നിന്ന് കൊട്ട് ഭാര്യനെയും കുഞ്ഞിനെയും കൊണ്ടുവന്ന് കിടക്കലേക്കാണ് കിടത്തിയപ്പോ സുഖമായിട്ട് ഉറങ്ങി. ഇതുപോലെ ഏതാണ് ഉറക്കം? നമ്മളെയും മണിയറയിലേക്ക് കിടത്താൻ പോകുകയാണ്. നബിത്തങ്ങൾ പറയുന്നു, ഇദാ ഉദ്ഖിൽ മയ്യിത മുസ്ലത്തു ലൗ ശംസു ഇൻദ ഉറൂബിഹാ. ഖബറിലേക്ക് ഒരു മനുഷ്യനെ അങ്ങോട്ട് വെച്ചാൽ മുൻകർ നക്കീർ അലൈഹി വസല്ലത്തു വസ്സലാം വരുന്നു, ഐഖലാക അജ്ലസാക ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? എഴുന്നേൽപ്പിക്കുന്നു, അങ്ങോട്ട് ഇരുത്തുന്നു. ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് എഴുന്നേൽപ്പിക്കുമ്പോ ആണാകട്ടെ പെണ്ണാവട്ടെ, ഈ എന്ത് ഈ കണ്ണിനകത്തൊക്കെ ഈ പഞ്ഞി വെച്ച, മൂക്കിനകത്തും വെച്ചെന്തല്ലോ, ഇതാറ് പണിയാ ഉപയോഗിക്കും. ചെവിയിലും പഞ്ഞി വെച്ചേക്കണം, ഇവിടെ ഒക്കെ പഞ്ഞി വെച്ചേക്കണം. അങ്ങനെ ഇതൊക്കെ അങ്ങോട്ട് തൂത്ത് കളഞ്ഞിട്ട് നോക്കുമ്പോ സൂര്യൻ അങ്ങോട്ട് അസ്തമിക്കാൻ പോവാണ്. ഖബറാണെന്നുള്ള നിലയ്ക്കല്ല എഴുന്നേറ്റിരിക്കുന്നത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ ഇതാ സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. അപ്പൊ മുമ്പിൽ 2 ആള്. മുമ്പിലിരിക്കുന്നവർ ചോദിക്കുന്നു, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലത്തുക വമാ ഇഖ്വാനുക. പുടുപുടുപുടൂന്ന് ചോദ്യം. ഈ കണ്ണ് തിരുമിക്കൊണ്ട് സൂര്യനെ കണ്ടതായ ആണാകട്ടെ പെണ്ണാകട്ടെ ഈ മുമ്പിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നവരോട് പറയുന്ന മറുപടി, ദഊനി ഉസല്ലി നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹ് ആരാന്നോ റസൂൽ ആരാന്നോ ഒക്കെ നമുക്ക് പറയാൻ ഒന്നും ഒരു തടസ്സമില്ല. പക്ഷെ ഞാനൊന്നും നിസ്കരിക്കട്ടെ. സൂര്യൻ അസ്തമിക്കാൻ പോവാണ്, ഞാൻ നിസ്കരിക്കട്ടെ. ഞാനിവിടെ വന്നത് ളുഹറും നിസ്കരിച്ചിട്ടില്ല, അസ്റും നിസ്കരിച്ചിട്ടില്ല. ഇവിടെ വരുമ്പോ 4:30 എങ്ങാണ്ടായി, 4:15 കഴിഞ്ഞു. ഇവിടെ ജമാഅത്ത് കഴിഞ്ഞു. അപ്പൊ ഇവിടെ വന്നപ്പോ എന്നോട് സംഘാടകര് ചോദിച്ചു, എന്താ ഉസ്താദേ അങ്ങോട്ട് റൂമിലേക്ക്? അല്ല, ഞാൻ നിസ്കരിക്കട്ടെ. ഞാൻ ളുഹർ ജമ്മാക്കി വെക്കുവാണ്, അതുകൊണ്ട് ളുഹറും അസ്റും കൂടെ ഇൻഷാ അല്ലാഹ് നിസ്കരിക്കട്ടെ, എന്നിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം. ഇതിങ്ങനെ ഒരാള് അസ്തമയ സൂര്യനെ കാണുമ്പോൾ ഇയാൾ ഇങ്ങനെ പറയണമെങ്കിൽ ഈ ആള് ദുനിയാവിൽ എങ്ങനത്തെ ആളായിരിക്കണം? നിങ്ങളെ പുനർജീവിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? ദുനിയാവിൽ ജീവിച്ച ശൈലിയിലാ. ദുനിയാവിൽ എങ്ങനെയാ നിങ്ങൾ ജീവിച്ചത്, ആ അവസ്ഥയിലാണ് നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുക. അപ്പൊ ദുനിയാവിൽ മനുഷ്യൻ ജീവിച്ചെങ്ങനെയാണെന്നറിയോ? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്നെ കിഴക്കോട്ട് വെക്കും. ഇപ്പൊ വാച്ച് കിഴക്കോട്ട് വെക്കും. പഠിച്ചവനെ കിഴക്ക് വെളുത്തോ അല്ല, സുബഹി നിസ്കരിച്ചിട്ടില്ലല്ലോ. ഇവിടെ വണ്ടിയൊന്നും പടച്ചവനെ മരിക്കുന്നവരെയും ഒറ്റ വക്കത്ത് പോലും കളായാക്കാൻ നിലനിർത്താൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ. നമുക്ക് ദുആരക്കാൻ ബഹുമാനികൾ ഇവിടെ ശ്രദ്ധിച്ചോ. ഈ ദുആ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി വ ഇമാദുദ്ദീൻ നബിയുനാ റസൂലുള്ളാഹി ലാ യറദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ. ഈ പരിപാടിയുടെ ലാസ്റ്റ് സമാപനം എന്തെന്നാ? നല്ല ദുആയ, നല്ല മനുഷ്യരെ കൊണ്ട് ദുആരിപ്പിക്കൽ അവിടെ നടക്കണേ. എല്ലാ ദിവസവും ദുആയുണ്ട്. പഠിച്ചോൻ ഇവിടെ കിടക്കുന്ന മഹാനായ സയ്യിദ് അവറുകളുടെ ബർക്കത്ത് കൊണ്ടും മഹാനായ വലിയുള്ളാന്റെ മഹത്വം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആരെയും അന്ത്യം മോശാക്കാതെ റബ്ബ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒന്ന് മരിച്ചിട്ട് അത് പെശയിൽ പോയി രണ്ടാമതൊന്നും കൂടി മരിക്കണോ എന്ന് നടക്കുമോ ബഹുമാനികളെ? ഈ ദുനിയാവിൽ രണ്ടാമത് ചാൻസ് ഇല്ലാത്ത ഒരേ ഒരു കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ച്,
രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കിഴക്കോട്ട് നോക്കുവാണ്. കാരണം എന്താ? പടച്ചവനെ കിഴക്ക് വെളുത്തോ അല്ല, സുബഹിയും കിരിച്ചില്ലല്ലോ. അങ്ങനെ അടുക്കളയിൽ പണിയണു, ഓഫീസിൽ പോണു, കാര്യങ്ങളൊക്കെ നടക്കണു. ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുമ്പോ ഓഫീസിന് തിരക്കുള്ള ഓഫീസറാണ്. കെട്ടുകണക്കിന് ഫയലുകൾ മുമ്പിലിരിക്കുകയാണ്, ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. സമയം 12:45. നിൽക്കുന്നവരോട് എല്ലാവരും ഒരു 5 മിനിറ്റ് എനിക്ക് തരണം, നിങ്ങളെല്ലാവരുടെയും ഫയൽ തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ, ഒരു 5 മിനിറ്റ് എല്ലാവരും എനിക്കൊന്ന് തരണം. എല്ലാവരും പറഞ്ഞു, സാറേ ഒരു തടസ്സവും ഇല്ല, ഞങ്ങൾ എത്ര മിനിറ്റ് വേണ്ടിയിലൂടെ നിൽക്കാം. വേഗം അകത്തേക്ക് കയറി ഒന്നുവെടുത്തു, പേപ്പർ വിരിച്ചു, അല്ലെങ്കിൽ മുസല്ലി ഉണ്ടായിരുന്നു വിരിച്ചു. മുസല്ലി ഫർള് ദുഹരി 4 റക്അത്തിൽ ലില്ലാഹി തആല അല്ലാഹു. ഫയൽ നോക്കണതിന്റെ ഇടയിൽ തുണി കഴുകിക്കൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. പഠിച്ചവനെ ളുഹ്ർ വാങ്ക് വിളിച്ചല്ലോ അല്ലാഹ്. കഴുകൽ അവിടെ നിർത്തി, ഒന്നുവെടുത്തു, നിസ്കാരക്കുപ്പായം ഇട്ടു, പടിഞ്ഞാട്ട് തിരിഞ്ഞു, അല്ലാഹു അക്ബർ. അങ്ങനെ ഇതാ ഭക്ഷണമൊക്കെ പാകപ്പെടുത്തി, തുണി തേക്കാനെടുത്തു. തുണി തേച്ചോണ്ടിരിക്കുമ്പോൾ പഠിച്ചവരെ അസ്ർ ബാങ്ക് കേൾക്കണ്ടല്ലോ അല്ലാ, നിർത്തി, ഒന്നു കൊടുത്തു അസ്ർ. അല്ലാഹുവേ, അങ്ങനെ കൊച്ചുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി, പരിസരമൊക്കെ വൃത്തിയാക്കി, അങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ അതാ മഗ്രിബ് ബാങ്ക്. പണി അവിടെ നിർത്തി, അപ്പ മഗ്രിബ്. അത് കഴിഞ്ഞു, കുറെ കഴിഞ്ഞു, യാസീൻ ഓതി, കുറെ സലാത്തുകളിൽ ദിക്റൊക്കെ ചൊല്ലി. അപ്പൊ നോക്കുമ്പോ ഇശാന്റെ ബാങ്ക്. റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി ഔ കമാ ഖാല റസൂലുള്ളാഹി. നാളെ ജനങ്ങളെല്ലാം നെട്ടോട്ടമോടുമ്പോൾ അർശിന്റെ തണലിലേക്ക് ആനയിക്കപ്പെടുന്ന മനുഷ്യനാണ് പള്ളിയുമായി ഖൽബിനെ ബന്ധപ്പെടുത്തിയ മനുഷ്യൻ. പള്ളിയുമായി ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം കഴിഞ്ഞ പിന്നെ അടുത്ത നിസ്കാരത്തെ പറ്റിയുള്ള ചിന്ത. ഈ ചിന്തയുള്ള ആളാണിതാ സൂര്യനെ കാണുന്നത്. അസ്തമയ സൂര്യനെ കണ്ടപ്പോൾ നമ്മൾക്ക് മുന്നിൽ വർത്താനം പറഞ്ഞതിനൊരു തടസ്സമൊന്നുമില്ല. പക്ഷേ ഞാൻ നിസ്കരിക്കട്ടെ, ദഊനി ഉസല്ലി. അപ്പോഴാണ് പറയുന്നത്, അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമേ, ഞങ്ങൾ മുൻകർ നക്കീറാണ്, നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഖബറിലാണ്. നിങ്ങളുടെ ദഊനി ഉസല്ലി എന്ന വാക്ക് കേൾക്കാൻ നിങ്ങളുടെ അടുക്കലേക്ക് ചെല്ലാൻ റബ്ബ് ഞങ്ങളെ പറഞ്ഞയച്ചതാ. നിങ്ങളുടെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് യുഫ്റശ് ലഹു മിൻ ഫുർശിൽ ജന്ന, ആ മനുഷ്യന് വേണ്ടി സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കുകയാണ്, സ്വർഗത്തിലെ ഉടയാടകൾ അണിയിപ്പിക്കുകയാണ്, സ്വർഗത്തിലെ സുഗന്ധങ്ങൾ പൂശിക്കൊടുക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് പറയുന്നു, മണവാളൻ ഉറങ്ങുന്നത് പോലെ, മണവാട്ടി ഉറങ്ങുന്നത് പോലെ സുഖമായിട്ട് ഇവിടെ ഉറങ്ങിക്കോ. മരണാനന്തരമുള്ള ഉറക്കത്തിന് 5 നേരത്തെ ഗുളിക. സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നെ, അല്ലാണ്ട് ബാമുസ്ലാരി പാലുവെന്ന് അങ്കമാലിന്ന് എഴുതിക്കൊണ്ടൊന്നല്ല. അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുണ്ട് ഖബറില്. അസ്തമയ സൂര്യനെ നമുക്ക് കാണേണ്ട അവസ്ഥ വരുമോ? ഇത് ആർക്കാണ് ഈ അസ്തമയ സൂര്യനെ കാണിച്ചു കൊടുക്കുന്നത്? നിസ്കാരമുള്ള ആൾക്കാണ്. മറ്റവർക്ക് എന്താ അസ്തമയ സൂര്യൻ? എന്ത് മലക്ക് മുൻകർ നക്കീർ? ജനങ്ങളെ സുഖമായിട്ട് ഉറങ്ങിയോ? അപ്പൊ മരണസമയത്തുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക, മരണാനന്തരം സുഖമായിട്ട് ഉറങ്ങുക. ഇതിന് ഊസിക്കും ബിസ്സലാ. 5 നേരം ഗുളിക, 5 നേരം. ഉദിക്കുന്നതിന് മുമ്പ് 1-ാം ഗഡു. തലയ്ക്ക് മുകളിൽ നിന്ന് സൂര്യൻ മാറിയ 2, പടിഞ്ഞാട്ട് ചാഞ്ഞ 3, അസ്തമിച്ച 4, അസ്തമയത്തിന്റെ ചുമപ്പ് മാറിയാൽ 5. 5 നേരം കൃത്യമായിട്ട്. ഓഫീസിൽ പോയിട്ട് ഉച്ചയ്ക്ക് വന്നപ്പോ പെണ്ണുപിള്ളിട്ട് ചോദിച്ചു, നീ ഉച്ചക്കത്തെ മരുന്ന് കഴിച്ചോ? ഇല്ല. 5 മണിക്ക് കുടിക്കാനുള്ളത് കുടിച്ചോ? ഇല്ല. അപ്പൊ വൈകുന്നേരം 7 മണിയായില്ല, ഇപ്പോഴത്തെ കഴിച്ചോ? ഇല്ല. എന്നാ എല്ലാ മരുന്നും കൊടുത്തുണ്ടാ. ഉച്ചക്കത്തെ 5 മണിക്കലത്തെ രാത്രിത്തെ എല്ലാം കൂടെ ഒരുമിച്ച് കുടഞ്ഞങ്ങോട് കയ്യിലേക്ക് ഇട്ടു, അവക്കടയിലേക്ക് കൊടുത്തു. 1 വാളം ഗുളിക, 1 ഗ്ലാസ് നിറച്ച് ടോണിക്ക്, 1 ഗ്ലാസ് നിറച്ച് മരുന്ന്. ബിസ്മില്ലയോട് കുടിച്ചോടി. എല്ലാം കൂടെ കുടിച്ചു. ആള് മറിഞ്ഞ് ചാടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ വഴിക്ക് വയറ്റിൽ കിടന്ന് പെടപെടാന്ന് പിടക്കണു. ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ച് നോക്കിയപ്പോ തള്ളയും പോയി, പുള്ളയും പോയി. എന്തുകൊണ്ട് പോയി? ഈ മരുന്നുകൊണ്ട് പോയി. ഈ മരുന്ന് എന്തിനാ വാങ്ങിയത്? അപകടമില്ലാതെ പ്രസവിക്കാൻ, സുഖമായിട്ട് ഉറങ്ങാൻ. ആ മരുന്നുകൊണ്ട് തന്നെ എന്തു പറ്റി? തള്ളയും പോയി, കൊച്ചും പോയി. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. നരകത്തിന്റെ ഏറ്റവും കടുപ്പമേറിയ ശിക്ഷ കൊണ്ട് നിറക്കപ്പെട്ട ഭാഗം നിസ്കാരക്കാർക്കാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആരാണ് ആ നിസ്കാരക്കാര്? അല്ലദീന ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. അവര് നിസ്കരിക്കും, അവർക്കങ്ങ് അതിനകത്ത് ഒരു ശ്രദ്ധയില്ല. ഒരു ശ്രദ്ധയുമില്ലാതെ നിസ്കരിക്കുന്നവര്.
വലാ യഹുദ്ദു അലാ തഫവൈലിൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. സുബഹിക്ക് വാങ്ക് വിളിക്കണു, 4 മണിക്ക് വന്ന് കിടന്നോളൂ. ഉറങ്ങിയപ്പോഴത്തേക്കും ഇതാ സുബഹി വാങ്ക് വിളിക്കണു. ഇപ്പൊ എങ്ങനെ പോകാൻ പറ്റും? ഇപ്പൊ കിടന്നങ്ങോട്ട് ഉറങ്ങാന്ന് കരുതി പുതപ്പെട്ട് മൂടിപ്പോ വീണ്ടും മനസ്സിൽ അല്ല, നിസ്കാരം കഴിഞ്ഞിട്ട് കത്തി മുസ്താൻ ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ ആരാ സുബഹിക്ക് വരാത്തെന്ന് മൂപ്പർക്ക് അറിയാം. ലോഹറിന് ചോദിക്കും, അല്ല അബൂബക്കർക്ക് അത് സുബഹിക്ക് ഇവിടെ ഉണ്ടായില്ലേ? ഞാൻ ഒരു യാത്ര പോയിട്ട് വന്നപ്പോ 6 മണിയായി ഉസ്താദെ എന്ന് പറഞ്ഞാൽ അയലക്കംകാരൻ ഇബ്രാഹിം എന്റെ ഷെഡിനകത്ത് കാറ് കിടക്കുന്നത് കാണും. അവൻ നിസ്കരിക്കാൻ പോകുമ്പോ കാറ് കാണും. അപ്പൊ ഇബ്രാഹിം അപ്പയുടെ കാർ അവിടെ കിടപ്പുണ്ടായില്ലോ. അപ്പൊ നുണ പറയേണ്ടി വരും. വേണ്ട, പോയി നിസ്കരിച്ചേക്കാം. അല്ലദീന ഹും യുറാഊൻ. ആ നിസ്കാരം എന്തിനാണെന്നറിയോ? അത് അള്ളാഹ്ക്ക് നിസ്കരിച്ചതല്ല, അത് ഖത്തീബ് ഉസ്താദ് ചോദ്യം ചോദിക്കുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി നിസ്കരിച്ച നിസ്കാരം. അത് ജനത്തിനെ കാണിക്കാൻ. ഇതാണ് ജനങ്ങളെ നിസ്കാരം കൊണ്ട് തന്നെ നരകത്തിലേക്ക്. ജനങ്ങളെ അങ്ങനെയുള്ള നിസ്കാരമല്ല, കൃത്യമായിട്ട് ഗുളിക കഴിക്കുക. ഗുളിക സമയം തെറ്റിച്ച് കഴിച്ചാൽ നമുക്കത് അപകടം ഉണ്ടാക്കുക. കൃത്യമായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരം അള്ളാഹ്ക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക്, അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങൾക്കുള്ള ഏക നന്ദി ഇതാ പടപ്പുകളെ. യഹൂദന്മാരുടെ പുരോഹിതന്മാർ പറഞ്ഞെന്നറിയോ? ജുമഅക്ക് പങ്കെടുക്കുന്ന മുസ്ലിങ്ങൾ സുബ്ഹി നമസ്കാരത്തിന് പള്ളിയിൽ പങ്കെടുക്കുന്ന ഒരു കാലം വന്നാൽ മുസ്ലിം സമുദായത്തിനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ? എവിടെ ബഹുമാനികളെ എന്താ നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ? പടച്ച തമ്പുരാൻ സത്യം ചെയ്തിട്ടല്ല പറഞ്ഞ ഇല്ലൽ ഇൻസാൻ റബ്ബിഹി ലകനൂദ്. സത്യം ഞാൻ പറയണില്ല. ഇന്ന് ഉസ്താദ് ഇശാഖ് ഓതിയതാണ് വല്ലാദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹൻ ഫൽമുഗീറാതി സുബ്ഹാ ഫഅദർന ബിഹി നഖറൻ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. സത്യം ചെയ്തിട്ട് പടച്ചോൻ പറയാണ് മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ്. ഓടി ഈ ആയത്ത് കേട്ടിട്ട് ഒട്ടകത്തിന്റെ കൂട്ടിലേക്ക് വൈക്കോൽ തുരുമ്പ് എടുത്തിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്ന, അല്ലാ ഞാൻ ഈ വൈക്കോൽ തുരുമ്പായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ, ഈ പറന്ന് നടക്കുന്ന പറവിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ, ഇവർക്കൊന്നും നന്ദിയില്ലാത്തെന്ന് നീ പറഞ്ഞില്ലല്ലോ അല്ലാഹ്. അല്ലാഹു തആല വേറെ ഒരു ജീവിയെ പറ്റി പറഞ്ഞില്ല നന്ദിയില്ലാത്തെന്ന് പടച്ചോൻ വരാൻ പറഞ്ഞത് മനുഷ്യനെ പറ്റിയാണ്. ചിന്തിച്ചു നോക്കിയേ, അള്ളാഹ് നമുക്ക് ചെയ്തേക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ട് ബഹുമാനുകളെ. ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്നത് അലന്നജഅൽ ലഹു ഐനൈനി വലിസാനം വശഫതൈനി വജഅൽനാ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. മുഖത്തുള്ളതിനെ പറ്റി ചോദിക്കണേ, അകത്തേക്കൊന്നും ചോദിക്കണില്ല. കണ്ണ് തന്നില്ലേ പടപ്പുകളെ, നാക്ക് തന്നില്ലേ പടപ്പുകളെ, ചുണ്ട് തന്നില്ലേ പടപ്പുകളെ, കർണപടങ്ങൾ തന്നില്ലേ പടപ്പുകളെ. ഇതൊക്കെ വിലയൊന്നും കൂട്ടിയൊക്കെ കോടാനകോടി വരും. നിങ്ങളോടൊരു പൈസ പോലും അല്ലാഹ് ചോദിക്കുന്നില്ല. അല്ലാഹ് ചോദിക്കുന്ന പ്രതിഫലം ഖൂമൂ ലില്ലാഹി ഖാനിതീൻ. 5 നേരം അല്ലാഹ്ക്ക് സാഷ്ടാംഗം ചെയ്ത അടിമയുള്ള പടപ്പുകളാകെ, നന്ദിയുള്ള പടപ്പുകളാകെ, നന്ദിയുള്ള പടപ്പുകളാവും. നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ നഫ്സ് നമ്മൾ മനസ്സറിഞ്ഞാൽ മതി, നമ്മൾ നന്ദിയുള്ളവരാകും. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. അപ്പൊ അതുകൊണ്ട് പടച്ചവനെ ഓർത്ത് ഞാൻ പറയുന്നു, പൊന്നാർ നബി തങ്ങൾ മൗത്തിന്റെ സമയത്ത് തന്ന മരുന്നാണ് ഈ 5 നേരത്തെ ഗുളിക. ഇത് കൃത്യമായിട്ട് നിസ്കരിക്കുക. ഇതില്ലാത്ത ഒരാളെ മുസ്ലിമായിട്ട് അംഗീകരിക്കാൻ പറ്റൂല. നമ്മുടെ മക്കളൊക്കെ ഒന്ന് വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ 10ാം വയസ്സിൽ മക്കളെ നിസ്കരിപ്പിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് അതിന്റെ കാര്യം. 10ാമത്തെ വയസ്സിൽ അടിച്ച് നിസ്കരിപ്പിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. എവിടെയാ ഉള്ളത്? നിങ്ങൾ പറ, എവിടെയാ ഉള്ളത്? ഒരു പട്ടി, ഒരു നിസ്കരിക്കാത്ത മോൻ, ഒരു വാപ്പ യാത്ര പോവാണ്. ഒരിറക്ക് വെള്ളം വാപ്പയുടെ കയ്യിലുണ്ട്. പട്ടിക്കും കലശലായ ദാഹം, മോനുക്കും കലശലായ ദാഹം. ഈ വെള്ളം ആർക്ക് കൊടുക്കുന്നു? ആ കൊടുക്കുന്ന ജീവി രക്ഷപ്പെടും. നിസ്കരിക്കാത്ത മോൻ, ഒരിക്കലും കഴുകിയാൽ ശുദ്ധിയാകാത്ത ഐനജസായ പട്ടി. പരിശുദ്ധ ഇസ്ലാം വാപ്പാട്ട പറഞ്ഞറിയോ? നിസ്കാരമില്ലാത്ത മോനെ ചാവാൻ അനുവദിക്കുകയും അഴുക്കായ പട്ടിക്ക് ആ വെള്ളം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. നമ്മുടെ മക്കൾക്കൊക്കെ നാളെ നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ? അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങളാ ഇതൊക്കെ.
1 ഇഞ്ച് നീളത്തിലുള്ള ഞരമ്പിലുള്ള ബ്ലഡ് ബ്ലോക്ക് ആയാൽ മറിഞ്ഞു ചാടി. 1,00,000 കിലോമീറ്റർ നീളത്തിലുള്ള ഞരമ്പിലൂടെയാണ് അള്ളാഹു തആല രക്തം പാസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം മനുഷ്യന്മാരാ ഇന്ന് ഞാൻ ഈ പള്ളിയിൽ ഇശാസ്കാരം കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ വന്ന് കയ്യെ പിടിക്കാൻ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യ ഉസ്താദെ, വൃക്ക 2 പോയി. നമ്മുടെ അരക്കൂടിനകത്തിട്ട് ഇല്ലേ? നമ്മൾ ഇഷ്ടം പോലെ കുടിക്കണില്ലേ? ഇഷ്ടം പോലെ തിന്നണില്ലേ? അള്ളാഹു ഇതിനൊന്നും പ്രതിഫലമായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. 5 നേരം അംഗസ്നാനം ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന്റെ പവിത്രമായ ഭുഗം മണ്ണിൽ വെച്ച് അള്ളാഹുവേ നീയാണ് സൃഷ്ടാവെന്ന് അംഗീകരിക്ക്. ഇത് മാത്രമേ പടച്ചവൻ ആവശ്യപ്പെടുള്ളൂ. അതുകൊണ്ട് ബഹുമാനികളെ, കൃത്യമായി ഗുളിക കഴിക്കാൻ നിങ്ങളോടെല്ലാം ഈ അവസാന സമയം ഞാൻ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.